നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഗതാഗത നോയറ്റിക് ആൻഡ് താന്ത്രിക് റിസർച്ച് അക്കാദമിയുടെ പുതിയൊരു സെഷനിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഏതാണ്ട് 10ാമത്തെ വർഷമാണ് ഇപ്പം ഗതാഗത ഇങ്ങനെ ഓരോ സെഷൻസ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന. 10ാമത്തെ വർഷത്തിൽ വലിയ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം അത് അറിയിക്കുന്നുണ്ടാവും. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളുടെ നട്ടെല്ലിന്റെ ആരോഗ്യം അല്ലെങ്കിൽ സ്പൈനിന്റെ ആരോഗ്യത്തെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുകയും ഒപ്പം നമ്മളുടെ സാധനയോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൂടെ ആഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം സാധാരണഗതിയിൽ സാധനയും അല്ലെങ്കിൽ ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൂടുതലും സംഘടിപ്പിക്കാറുള്ളത്. ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനുണ്ടായ കാരണം പലപ്പോഴും സാധനയിൽ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളൊക്കെ നിങ്ങളെ എല്ലാവരും പോലെ തന്നെ ഞാനൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പം നമുക്ക് ചില പുരസ്കരണ കാര്യങ്ങളിലൊക്കെ സാധനയോടുള്ള ആത്മാർത്ഥതയിൽ ചിലപ്പം ഗുരുനാഥൻ പറഞ്ഞ അളവിലൊക്കെ അധികം ജപിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് ചില ആരോഗ്യ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് എന്താ പറയാ, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും കുറച്ച് ദിവസം വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. നട്ടല് സംബന്ധമായിട്ട് തന്നെയാണ് ഉണ്ടായത്. അപ്പം നമ്മൾ സാധാരണഗതിയിൽ വളരെ കുറച്ച് ആളുകളുടെ ക്ലാസ്സുകൾ, നമുക്ക് ട്രെയിനേഴ്സ് ഒരിക്കലും ഇല്ല. നമുക്ക് ഗുരുക്കന്മാരായിട്ട് തന്നെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാറുള്ളൂ. നമ്മൾ ട്രെയിനേഴ്സ് നമുക്ക് എവിടെ തട്ടിയാലും ട്രെയിനേഴ്സ് ഉള്ള കാലഘട്ടമാണ്. നമുക്ക് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മളോട്, നിങ്ങൾക്ക് ഇന്ന ആളുടെ ക്ലാസ് വെച്ചുകൂടെ, ഇന്ന ആളുടെ ക്ലാസ് വെക്കാമല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പലപ്പോഴും സത്യത്തിൽ അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ്. പേഴ്സണൽ എക്സ്പീരിയൻസിനും നമ്മളുടെ സാധനയിലുള്ള അനുഭവത്തിനും അവരുടെ എന്താ പറയുക, കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എനർജിയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പലപ്പോഴും ക്ലാസ്സുകൾ തീരുമാനിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കയ്യിലെ വിരലുകൾ കൊണ്ട് എണ്ണാവുന്ന അത്രയും ആളുകളുടെ ക്ലാസ്സുകളെ ഇത്ര കാലം ക്ലാസ്സുകൾ നടത്തിയിട്ട് പോലും ചെയ്തിട്ടുള്ളൂ. അപ്പോ ഇതും എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. മാത്രമല്ല സിദ്ധ നമ്മൾ വളരെ വിട്ടുപോയിട്ടുള്ള ഒരു സബ്ജക്റ്റ് കൂടിയാണ്. സിദ്ധ ബേസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും ആ അറിവാണെങ്കിലും. അപ്പോൾ അനുപമേഷിനെ പരിചയപ്പെടുന്നതിന് മുൻപ് എനിക്കും സിദ്ധയിൽ വലിയ പരിചയമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ചേച്ചിനെ പരിചയപ്പെട്ടപ്പോഴും അടുത്തറിയാൻ തുടങ്ങിയപ്പോഴൊക്കെയാണ് സിദ്ധയെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത്. മാത്രമല്ല, അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു ആവശ്യം എനിക്ക് വരുമ്പോഴാണ് ഞാനത് കൂടുതൽ ഇത് ഇത്രയും മികച്ചതാണ് അല്ലെങ്കിൽ ഇത്രയും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. കുറച്ച് പുതിയ ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അനുപമേഷിനെ പരിചയപ്പെടുത്താം. അനുപമേഷി വളരെ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ സിദ്ധ ഡോക്ടർ എന്നതിലുപരി സിദ്ധയിൽ സാധന ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഡോക്ടർ എന്ന് പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അത്ര ഇഷ്ടം വൈദ്യ എന്ന് പരിചയപ്പെടുത്താനാണ്. കാരണം ഒരു ഡോക്ടർ എപ്പോഴും രോഗത്തെയാണ് ചികിത്സിച്ച് കണ്ടിട്ടുള്ളത്. ഒരു വൈദ്യ ആവുന്ന സമയത്ത് വ്യക്തിക്കാണ് ചികിത്സ. അപ്പൊ ഞാൻ ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് എനിക്കായിരുന്നു ചികിത്സ ഉണ്ടായിരുന്നത്. അപ്പം അത് നമുക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ ക്ലാസ്സിൽ അത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അനുപമേശി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ ക്ലിയർ ആണ്. ഓക്കെ. അപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു വളരെ സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ. ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത് എല്ലാവരും സാധകന്മാരായിരിക്കും. പല രീതിയിൽ, ചിലവര് മന്ത്രജപ രീതിയിൽ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെ പല രീതിയിലും സാധനയുടെ മാർഗങ്ങളിൽ കൂടെ പോകുന്നവരായിരിക്കും. അപ്പോ ജസ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ജപിക്കണം അല്ലെങ്കിൽ സാധന ചെയ്യണം എന്നൊക്കെ, ഒരു മണിക്കൂർ അത്രയെങ്കിലും ആലോചിച്ചിട്ട് ഇരുന്നിട്ട്, പക്ഷെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും നടുവേദന കൊണ്ട്, കഴുത്തിന്റെ സ്റ്റിഫ്നെസ് കൊണ്ട്, കാലൊക്കെ മരവിക്കുന്ന അവസ്ഥ വരുന്നത് കൊണ്ട്, ഇങ്ങനെ ഇളകി മാറി അപ്പം ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് പോയിട്ടുണ്ടാവും അല്ലെ? പലർക്കും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവില്ലേ? ഒന്ന് ചാറ്റിൽ ഒന്ന് ഇട്ട് നോക്കൂ. നമുക്ക് തമ്മിൽ കണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോ ആ ചാറ്റിലിട്ട കുറച്ചും കൂടി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ തോന്നും. അതാ പറഞ്ഞേ. അപ്പൊ
നമ്മളിത് വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്പിരിച്വൽ പ്രാക്ടീസിലൊന്നും ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, എന്റെ മൈൻഡ് ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്, മൈൻഡ് ഒട്ടും ശരിയല്ല എനിക്ക്. എന്റെ എന്താ പറയുക, ആകെ ആ ഒരു രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിക്കാണ് അവിടെ അറ്റൻഷൻ വേണ്ടത്. മനസ്സിന്റെ പ്രശ്നം കൊണ്ടല്ല ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നത്. ആദ്യം തന്നെ നമ്മൾ മനസ്സിനാണ് പ്രശ്നം എന്നുള്ളത്, മനസ്സിനല്ല ശരീരത്തിനാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി എടുക്കുക. ഒരുപാട് പേര് ഇപ്പം യെസ് എന്ന് ഇട്ടിട്ടുണ്ട്. യെസ്, എല്ലാവരുടെയും പ്രശ്നമാണ്, ഇൻക്ലൂഡിങ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ട്രഡീഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് നമ്മളുടെ സ്പൈൻ എന്ന് പറയുക, എല്ലാവരും പറയൂലേ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കും, നട്ടല് നിവർത്തിയിരിക്കും, എല്ലാ ട്രഡീഷനിലും എന്ത് ഒരു കാര്യം ചെയ്യാൻ പോണതിന് മുമ്പ് പറയും. കാരണം അതിനെന്ന് വെച്ചാൽ സ്പൈൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ശരീരത്തിന്റെ നമ്മളുടെ ഏറ്റവും നടുവിൽ നിൽക്കുന്ന നമ്മളുടെ സാധനയ്ക്കുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു മാർഗമാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ മോഡേൺ സയൻസ് എടുത്ത് നോക്കിയാലും മോഡേൺ സയൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്പൈൻ എന്ന് പറയുന്നത് എന്താ പറയുക, ഏറ്റവും സപ്പോർട്ടാണ് നമുക്ക്. നമ്മളുടെ മൂവ്മെന്റ്, നമ്മൾ നടക്കുന്നതിന്, നമ്മുടെ എല്ലാ മൂവ്മെന്റ്സിനും നമുക്ക് സ്പൈനിന്റെ ആവശ്യമുണ്ട്. ബാലൻസ് കറക്റ്റ് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സ്പൈൻ ആവശ്യമുണ്ട്. കൃത്യമായിട്ട് നമുക്കൊന്ന് നല്ല രീതിയിൽ ഇരിക്കണമെങ്കിൽ എന്താ വേണ്ടത്, നമുക്ക് സ്പൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ മോഡേൺ സയൻസ് എടുത്താലും സ്പിരിച്വാലിറ്റി എടുത്താലും ഇനി എന്താ പറയുന്നത്, നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഞാൻ ഫോളോ ചെയ്യുന്ന സിദ്ധവൈദ്യം പോലത്തെ പ്രാക്ടീസസ് എടുത്താലും എല്ലാത്തിലും സ്പൈൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ അടുത്തൊരു 90 മിനിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പറ്റി തന്നെ, നമ്മളുടെ ശരീരത്തിനെ പറ്റി, നമുക്ക് എന്താണ് ഉള്ളിലുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് കുറച്ചൊക്കെ ഒരു ബാഹ്യമായ രീതിയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഞാനൊരു ലെക്ചറിങ് പോലെ പോകാനല്ല, ഗൈഡ് ചെയ്ത് ചില കാര്യങ്ങളിൽ കൂടി, ചില ക്വസ്റ്റ്യനർ ഒക്കെ ഫില്ല് ചെയ്ത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പോവാം. അതായത് എന്റെ മനസ്സിന്, അല്ലെങ്കിൽ എനിക്ക് മനസ്സുകൊണ്ട് ജപിക്കാൻ ഒരുപാട് സമയം ഇരിക്കണം. ഒരുപാട് പേഷ്യൻസ് ലൈക്ക് എന്റെ അടുത്ത് വരുന്ന ഈ ഒരു സാധനാ മാർഗത്തിൽ പോകുന്ന ആൾക്കാർ വന്ന് പറയണ മെയിൻ ആയിട്ടുള്ള പ്രശ്നമാണ്, എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ജപിക്കാൻ ഇരിക്കണം, പക്ഷെ ഒട്ടും പറ്റുന്നില്ല ഡോക്ടർ, ഇരിക്കാൻ പോലും പറ്റണില്ല, എങ്ങനെയെങ്കിലുമൊക്കെ കസാരയിലൊക്കെ ഇരുന്നിട്ടാണ് എന്തെങ്കിലും ചെയ്യണതെന്ന് ഒട്ടുമിക്ക ആൾക്കാരും പറയണ കാര്യമാണ്. അപ്പൊ ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു സെഷൻ എടുക്കാമെന്ന് തഥാഗതരുടെ അടുത്ത് പറഞ്ഞത്. കുറച്ചു കാലം കൊണ്ട് ഇങ്ങനെ ഇടയ്ക്ക് ഞങ്ങൾ പറയാറുണ്ട്, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറെ തിരക്കുകളോട് നടന്നില്ല. അപ്പോ ഇതിൽ കുറച്ചു പേർക്കൊക്കെ എന്നെ അറിയുണ്ടാവും, നേരത്തെയും ക്ലാസ് അറ്റൻഡ് ചെയ്തവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, എൻ്റെ പേര് അനുപമ, ഞാൻ സിദ്ധ ബാക്ക്ഗ്രൗണ്ട് ആണ്. അതായത് ആയുഷ് സിസ്റ്റത്തിലെ എ എന്ന് പറയുന്നത് ആയുർവേദ, വൈ എന്ന് പറയുന്നത് യോഗ, യു എന്ന് പറയുന്നത് യുനാനി, ആൻഡ് അതിലെ എസ് വരുന്നതാണ് സിദ്ധ, എച്ച് ഹോമിയോപ്പതി. ഇതിൽ സിദ്ധ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ ആണ്. അപ്പൊ ഞാൻ പണ്ടേ തന്നെ സിദ്ധ വൈദ്യ മാർഗത്തിൽ, എന്റെ പാരന്റ്സ് ഒക്കെ വെറ്റിനറി ഡോക്ടേഴ്സ് ആണ്, ബട്ട് സ്റ്റിൽ ഞാൻ സിദ്ധവൈദ്യം എങ്ങനെയോ യാദൃശ്ചികമായിട്ട് അതിൽ എത്തിപ്പെട്ടു. ആ ഒരു മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചു വരുന്ന ഒരാളാണ്. ഞാനുള്ളത് ഇപ്പൊ കായംകുളത്താണ്, ഞാൻ വയനാട് സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട്, ഏകദേശം 2008 ഞാൻ സിദ്ധ പ്രാക്ടീസിംഗിലേക്ക് കടന്നിട്ടുണ്ട്. കോളേജിൽ നിന്ന് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അന്ന് തൊട്ട് ഞാൻ ഇങ്ങോട്ട്, എന്റെ മെയിൻ ഏരിയ വർമ്മ ചികിത്സയാണ്, ആൻഡ് ഫോക്കസ് മുഴുവൻ നട്ടലിലാണ്. സ്പൈൻ ആൻഡ് ജോയിന്റ്സ് ആണ് എന്റെ ഏരിയ ഓഫ് ട്രീറ്റ്മെന്റ്. ഞാൻ അതിലാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരുപാട് പേരുടെ നട്ടലിൽ കൂടെയാണ് എന്റെ കൈകൾ കടന്നു പോയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ, ഒരു അവയർനെസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാമെന്ന് തന്നെ തീരുമാനിച്ചത്. സോ നമുക്ക് എല്ലാം ഒരുമിച്ച് ഈ ഒരു കാര്യത്തിലേക്ക്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു ആരോഗ്യം, നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസ്, ഇതെല്ലാം ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനാണ് നമുക്ക് ഇന്ന് അതിന്റെ ഒരു തുടക്കമായിട്ട് കണക്കാക്കാം. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ഈ ഒരു ജപത്തിന്റെ കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ശരീരം അറ്റൻഷൻ, ഒരു അറ്റൻഷൻ വേണം, എന്തോ ഒരു ശ്രദ്ധ അത് ആവശ്യപ്പെടുന്നുണ്ട്. അതാണ് ആ വേദനയായിട്ടും അല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ്സുമായിട്ടും നിങ്ങളെ അറിയിക്കുന്നത്. ഞാൻ സ്പീഡിലാണ് സംസാരിക്കുന്നതെങ്കിൽ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്തിടണം. ചിലപ്പോൾ സംസാരിച്ചു വരുമ്പോൾ സ്പീഡ് കൂടാം. ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നമ്മളുടെ ശരീരം നമുക്ക് ഒരുപാട് അറ്റൻഷൻ സീക്കിംഗ് ആവുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് നമ്മൾ ഇങ്ങനെ ജപിക്കാനിരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇവിടെ വേദന എടുക്കുന്നു, ആദ്യമേ നമുക്ക് തോള് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുന്ന നടു നേരെ ഇരിക്കാൻ പറ്റണില്ല, ഇങ്ങനെയുള്ള പല കാര്യം വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധ എങ്ങോട്ടാണ് പോവുക? നമ്മൾ ഇനി എത്ര ജപം, ഇപ്പൊ നേരത്തെ വിഷ്ണു പറഞ്ഞ മാതിരി പുരശരണം ചെയ്യായിക്കോട്ടെ,
ഇനി അല്ലെങ്കിൽ ഇത്ര മന്ത്രം ഇത്ര നേരം ഉരുവിടുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്താലും, എത്ര നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോയാലും നമ്മൾ ആ മന്ത്രത്തിലേക്കല്ല, അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന സാധനയിലേക്ക് നമ്മുടെ ശ്രദ്ധ നിൽക്കുകയില്ല. ഉറപ്പല്ലേ? അതില് അല്ലേ? അത് സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അതല്ലേ എല്ലാരും ശ്രദ്ധ പോവാ, കഴുത്തുവേദന അല്ലെങ്കിൽ തോളുവേദന അല്ലെങ്കിൽ നടുവേദന, കാല് മരവിക്കുന്നു, അപ്പൊ കാല് തിരിച്ചെടുത്ത് വെക്കണം, കൈ കുടയണം, നടു നിവർത്തണം, കഴുത്ത് താക്കണം, ഇരുന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എണീക്കണം. ആ ശ്രദ്ധയാണ്. നമുക്ക് ഒരിക്കലും ജപത്തിലേക്ക് നമ്മളെ ശ്രദ്ധ വരില്ല. ഞാൻ മുമ്പ് പല ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഒന്ന് ഇരിക്കാൻ പറ്റണ്ടേ. മറ്റ് നമ്മുടെ അസുഖങ്ങളൊക്കെ മാറ്റി വെച്ചാലും നമുക്കൊന്ന് ഇരിക്കാൻ പറ്റണം. അപ്പം എന്താ പറയുന്നത്, അതിന്റെ പ്രശ്നങ്ങൾ, അതിൽ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഈ ഒരു 7 ദിവസത്തെ സീരീസ് ക്ലാസ്സിൽ കൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു മെഡിക്കൽ ഡയഗ്നോസിസ് അല്ല. ഇപ്പം നിങ്ങളുടെ ഇതിൽ ഈ ക്ലാസ്സിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് നട്ടലിന് മെഡിക്കലി ഇന്ന ഇഷ്യൂ ആണ്, അത് ഡയഗ്നോസ് ചെയ്യാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ചക്രങ്ങൾക്ക് ഇവിടെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഡയഗ്നോസിസിനല്ല ഇരിക്കുന്നത്. നമ്മൾ ഒരു എന്താ പറയുക, ഈ ഫിസിക്കലി ഉള്ള എക്സസൈസും അല്ലെങ്കിൽ ഈ അവയർനെസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പിരിച്വൽ ഒരു അവേക്കനിങ്, ആ ഒരു റിയലൈസേഷൻ ഉണ്ടാവും. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ നമ്മളുടെ ശരീരത്തിനെ, എസ്പെഷ്യലി നമ്മളുടെ നട്ടലിനെ, നമുക്ക് ഇതൊക്കെ ചെയ്ത് ഒരു നല്ല ലെവലിലേക്ക്, നമ്മുടെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ എടുത്തിട്ട് നമുക്കൊരു സ്പിരിച്വൽ ലെവലിലേക്ക് ഉയരണമെങ്കിൽ നമ്മളുടെ ശരീരത്തിനെ, നമ്മളുടെ നട്ടലിനെ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും നമുക്ക് ഓവറോൾ നമ്മുടെ മൊത്തമായിട്ടുള്ള ഒരു ആരോഗ്യത്തിനും വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കേണ്ടത് എന്നുള്ളതാണ് ഈ ക്ലാസ്സുകളിൽ പറയാൻ പോകുന്നത്. സോ എന്താ പറഞ്ഞ, നമ്മൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ശ്വസിക്കുന്നത്, നമ്മളുടെ ശരീരം കുറച്ച് കംഫർട്ടബിൾ ആയിട്ടാണോ ഇരിക്കുന്നത്, അതല്ല നമുക്ക് എവിടെയെങ്കിലും അറ്റൻഷൻ വേണോ എന്നുള്ളതൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ, ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും. സോ നമ്മൾ ഈ ഒരു ക്ലാസ്, ഇന്നത്തെ സെഷൻ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു അവയർനെസ് വരും. എന്താണ് അവയർനെസ്? നമ്മളുടെ നട്ടല്, അതായത് നമ്മളുടെ ബോഡി മൈൻഡ് എങ്ങനെയാണ് മെഡിറ്റേഷന്റെ സമയത്ത് ഇന്ററാക്ട് ആവുന്നത്, ഇതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടുന്ന ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോ അടുത്തൊരു ഒരു ഒരു കുറച്ച് സമയം കൊണ്ട് എന്താ പറയുക, നമ്മളുടെ സിദ്ധ മെഡിസിൻ, നമ്മുടെ ഒരു നമ്മുടെ ഒരു യോഗിക് വിസ്ഡം, നമുക്ക് കുറച്ച് സെൽഫ് അസസ്മെന്റ്, ഇങ്ങനെ അതിൽ ഇരുന്നാൽ പറ്റുന്നവർ ഇരിക്കുക, അല്ല കസാരയിൽ ഇരിക്കുന്നവരാണെങ്കിൽ കസാരയിൽ തന്നെ ഇരിക്കുക. കണക്ഷൻ പോകുന്നുണ്ടോ? കട്ടാവുന്നുണ്ടോ? സ്റ്റക്കായോ? ഇടയില് ആയിരുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസം ഞാൻ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുന്ന എന്തിലേക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ചു നേരം ഒന്ന് വെറുതെ ഇരിക്കുക, കണ്ണടയ്ക്കുക, നമ്മളുടെ ബാക്ക് ഒക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് നമ്മൾ സാധാരണ ഇരിക്കണത് പോലെ ഒന്ന് കുറച്ചു നേരം ഇരിക്കുക. കുറച്ച് സമയം എന്ന് വെച്ചാൽ വേറെ ഞാൻ കണ്ണ് തുറക്കാൻ പറയണത് വരെ ആരും കണ്ണ് തുറക്കണ്ട, അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ട. ലൈക്ക് നിങ്ങൾ എങ്ങനെയാണോ സാധാരണ ജപിക്കാനിരിക്കുക, അല്ലെങ്കിൽ എങ്ങനെയാണോ പ്രാർത്ഥിക്കാനിരിക്കുന്നത് അതുപോലെ ഇരിക്കുക. നിലത്താണെങ്കിൽ നിലത്ത്, കസേരയിലാണെങ്കിൽ കസേര, എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക. കണ്ണടയ്ക്കുക. ഈ അടയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ശ്വാസത്തിൽ മാത്രം കൊണ്ടുപോവാം. ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊണ്ടുപോവാം. വിഷ്ണു, ആ ദക്ഷ ക്ലിനിക് എന്ന് പറയുന്നത് ഒന്ന് ഹോസ്റ്റ് ആക്കി തരുമോ? എനിക്ക് സ്ലൈഡ്സ് ഷെയർ ചെയ്യാനുണ്ടായിരുന്നു. അത് ഓൾറെഡി ഹോസ്റ്റ് ആക്കിയിട്ട് ആണല്ലേ? ഓക്കെ ഓക്കെ. എല്ലാരും ഒന്ന് കണ്ണടച്ച് ബ്രീത്തിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോട്ട് ക്ലിയർ. ഓക്കെ. സൗണ്ട്, കണ്ണടച്ചിരിക്കുക. ഈ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ നട്ടലിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഷോൾഡേഴ്സിനെ, നിങ്ങളുടെ തോളിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, ഒന്ന് ശ്രദ്ധ കൊടുക്കുക, നിങ്ങളുടെ കഴുത്തൊന്ന് ശ്രദ്ധിക്കുക,
നടുഭാഗം, നമ്മൾ ഇരിക്കുന്ന ഭാഗം, ബട്ടക്സിന്റെ ഭാഗം, പൃഷ്ഠഭാഗം ഒക്കെ ഒന്ന്, കാല്, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അത് യൂഷ്വലി പറഞ്ഞ പോലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കഴുത്തിലേക്ക് കൊണ്ടുവരൂ. ആ പാറ്റേൺ അല്ല, ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടി പറയണതാണേ. ഓക്കെ, ഇനി അങ്ങനെ തന്നെ ഇരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, കഴുത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നൊന്ന് നോക്കുക. ഇനി ഇരുന്നിരുന്ന് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ടോ, അതൊന്ന് ശ്രദ്ധിക്കുക. അതോ ഏതെങ്കിലും കാല് തരിച്ചു വരുന്നുണ്ടോ, ഷോൾഡേഴ്സ് ഇങ്ങനെ സ്റ്റിഫായിട്ട് മുകളിലേക്ക് വെച്ചിരിക്കുകയാണോ, അതോ നമ്മൾ വളരെ റിലാക്സ്ഡ് ആണോ എന്നൊന്ന് നോക്കുക. എന്നിട്ട് ഇത് ഇപ്പൊ ആരും ഒന്നും ആൻസർ പറയണ്ട, പതുക്കെ കണ്ണ് തുറക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി കുറച്ച് സ്ലൈഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ഷെയർ ചെയ്യാൻ നോക്കുമായിരുന്നേ. അപ്പൊ ആ ഷെയറിങ് എന്തോ പറ്റുന്നില്ല എനിക്ക്. സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് ആ സ്ക്രീൻ ഫുള്ളാക്കാൻ പറ്റണില്ല. വിഷ്ണുവിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് ഈ മൊബൈലിന്റെ സ്ക്രീൻ ഫുള്ളാക്കി കാണിക്കാൻ പറ്റണില്ല. അത് എനിക്കൊന്ന് അയക്കാവോ? ആ ഷുവർ, ഞാൻ അയക്കാം. സോറി കേട്ടോ, ചെറിയൊരു അത് ഞാൻ വെച്ച് ഞാൻ തന്നെ ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടായിരുന്നേ. പക്ഷെ എനിക്ക് ആ ഫോണിൽ എന്തോ ചെയ്യാൻ പറ്റുന്നില്ല. ഷെയർ ആവുന്നുണ്ട്, പക്ഷെ ഫുൾ സ്ക്രീൻ എടുക്കാൻ പറ്റണില്ല. സോറി. ഓക്കെ, വിഷ്ണുവിന് അയച്ചിട്ടുണ്ടേ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോ നമ്മളുടെ ഇരുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ഇനി അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, എത്ര പേർക്കാണ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒക്കെ സാധനയ്ക്ക് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ആകെ റെസ്റ്റ്ലെസ് ആവാറുള്ളത്? അങ്ങനെ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു ഇരിക്കപ്പുറത്തി ഒരു ഞെരിപിരി കൊള്ളുന്ന അവസ്ഥ വരെ പറയില്ല. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മീ എന്ന് ടൈപ്പ് ചെയ്തിടോ, അല്ലെങ്കിൽ എസ് എന്നോ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിടോ. കുറെ പേരുണ്ട്. ലെഗ് പെയിൻ വരുന്നുണ്ട്. കുറെ പേർക്ക് കഴുത്ത് വേദന വരും അല്ലെ? ഇത്തിരി ജപിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങനെ വേദന തോളിലേക്ക് വരും. അങ്ങനെയില്ലേ കുറെ പേര്? ഇനി വേറെ കുറെ പേരുണ്ട്, ജപിച്ച് തുടങ്ങിയതേ അറിയുള്ളൂ, കുറച്ച് കഴിയുമ്പോ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. അപ്പൊ ഉറങ്ങിയോ, ജപത്തിന്റെ അങ്ങേ ആഴത്തിലേക്ക് പോയോ, ഇതൊന്നും തിരിച്ചറിയില്ല. അപ്പൊ തൂങ്ങി 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 ഉറങ്ങി വീണിട്ടുണ്ടാവും. അതുപോലെ കുറെ പേര് നമ്മൾ ഇങ്ങനെ ഇരുന്നതാ, ഇങ്ങനെ ഇരിക്കുന്ന തിരിയും മറിയും, കുറച്ചു നേരം ഇങ്ങനെ തിരിക്കും ഇല്ലേ, ഇങ്ങനെ കുറെ നേരം ലോ ബാക്ക് കംപ്രസ് ആവുന്ന പോലത്തെ വേദന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. വേറെ കുറെ പേര് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനും പണ്ടൊക്കെ ഓരോന്നിന് പോകുമ്പോൾ ശരീരത്തിനെ മറക്കൂ എന്നിട്ട് മെഡിറ്റേഷനിലേക്ക് പോകൂ എന്ന് പറഞ്ഞുതരും. നിങ്ങൾ ശരീരത്തിനെ പറ്റി അവെയർ ആകേണ്ടതില്ല എന്ന് പലരും, എനിക്കറിയില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ചെറുപ്പത്തൊക്കെ ഞാൻ ഓരോന്നിന് പോകുമ്പോൾ ശരീരത്തിനെ പറ്റി നിങ്ങൾ മറന്നിട്ട് ആ ധ്യാനാവസ്ഥയിലേക്ക് പോകും, ജപിച്ച് ജപിച്ച് അങ്ങോട്ട് കയറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാ നമ്മള് ശരീരത്തിനെ പറ്റി മറക്കുക? നമുക്ക് ശരീരത്തിനെ പറ്റി ഓർമ്മയില്ലേ വരിക? നമ്മുടെ കഴുത്തിന്റെ ഇവിടുന്ന് വേദന വരുന്നു, ഞാൻ മറന്നു എന്ന് നമുക്ക് പറഞ്ഞാൽ മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റില്ല അല്ലെ? നമുക്ക് ഓർമ്മ കൂടുക ചെയ്യും. ഇങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഓർമ്മ കൂടും. അപ്പോ
ഈ ഒരു അസംഷനെ, നമ്മളുടെ ഈ സിറ്റുവേഷനെ ഒന്ന് ചലഞ്ച് ചെയ്യുക. ഇതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, വേദനകളൊക്കെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ആണല്ലോ ഈ ഫോക്കസ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ബ്രെയിനിലേക്ക് എന്താ സംഭവിക്കുന്നത്? ഷോൾഡർ പെയിൻ വരിക, എല്ലാം വരിക. പിന്നെ ബ്രെയിനിലേക്ക് വരുന്നതിന് നമുക്ക് ഈ ഫോക്കസ് കൊണ്ടുവരിക, ജപത്തിലേക്ക് ശ്രദ്ധിക്കുക, സാധനയ്ക്ക് ഇരിക്കുക, ഇങ്ങനത്തെ കാര്യത്തിനേക്കാളിന് പകരം നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് ഈ പെയിൻ സിഗ്നൽസ് ആണ് ഫാസ്റ്റ് ആയിട്ട് ബ്രെയിനിലേക്ക് പോവുക. നമുക്ക് എങ്ങനെ വേദന അറിയുന്നത്? ഈ വേദനയുള്ള മസിൽസ് നിന്ന് ഞരമ്പുകൾ വഴി ബ്രെയിനിലേക്ക് മെസ്സേജുകൾ പോകും. നമ്മളിങ്ങനെ വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കണ പോലെ അങ്ങോട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതാണ് ഏറ്റവും മുകളിൽ വരിക, ഫോക്കസ് ഒന്നും അല്ല വരിക. അപ്പൊ നമ്മൾ സ്പിരിച്വൽ ഗ്രോത്ത്, ആത്മീയമായ ആ ഒരു വഴിയിൽ നല്ല രീതിയിലേക്ക് ഗ്രോത്ത് ആയി വരണം. നമുക്ക് മൈൻഡ് ഫോക്കസ്ഡ് ആണ് നമ്മളുടെ, അതൊക്കെ നമ്മൾ വരണമെങ്കിൽ നമ്മൾ വിചാരിക്കുക എന്താണ്? നമ്മളുടെ ചിന്തകൾ മാറ്റിവെക്കണം, നമ്മളെ ഇതുവരെയുള്ള വിശ്വാസങ്ങളെ മാറ്റിവെക്കുക, നമ്മളുടെ ഇമോഷൻസിനെ മാറ്റിവെക്കുക. ഇതെപ്പോഴും നമ്മൾ പറയും, ഇതൊക്കെ മാറ്റിവെക്കുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എസ്പെഷ്യലി നമുക്ക് ആ സ്പൈൻ നേരെ അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ മാറ്റിവെക്കാൻ പറ്റില്ല. കാരണം സ്പൈൻ തന്നെ നേരെ അല്ലെങ്കിൽ നമുക്ക് ഇമോഷൻസും അബ്നോർമൽ ആയിരിക്കും, നമ്മളുടെ ബോഡിയിൽ മീൻസ് നമ്മുടെ എല്ലാ തോട്ട്സും നമ്മളുടെ മൈൻഡും ഒക്കെ അബ്നോർമൽ ആയിരിക്കും. അപ്പൊ മൈൻഡ് കൃത്യമായിട്ട് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്പൈൻ, അതായത് നമ്മളുടെ സ്പൈനിൽ കൂടിയാണ് നമ്മളുടെ ഡിവൈൻ എനർജി എന്ന് പറയുന്ന ആ ഒരു പരാശക്തിയുടെ ആ ഒരു എനർജി ഫുള്ള് ഫ്ലോ ചെയ്യുന്നത് ബോഡിയിലേക്ക്. സ്പിരിച്വൽ പ്രാക്ടീസസിൽ സ്പൈനിൽ കൂടിയാണെന്നാണ് എല്ലാ ട്രഡീഷനിലും പറയുന്നത്. സോ നമ്മളുടെ ആ ഒരു ട്രൂ പൊട്ടൻഷ്യൽ, നമ്മൾ എത്ര എനർജറ്റിക് ആയിട്ട് നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കണം, അല്ലെങ്കിൽ ജപിക്കണം, സാധന ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളുടെ സ്പൈനാണ് നിശ്ചയിക്കുന്നത്. അപ്പൊ അതിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, സമം കായ ശിരോഗ്രീവം ധാരയന്ന ചലം സ്ഥിര സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശസ്ഥാന വലോകയാൻ എന്ന് പറയുന്നുണ്ട്. എന്ന് പറയണ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നമ്മളുടെ ബോഡിയെ നമ്മൾ നല്ല ഫേം ആയിട്ട് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ വെച്ച് നമ്മൾ ഇറക്റ്റ് ആയിട്ട് കഴുത്ത്, നമ്മളുടെ ശിരോ, നമ്മളുടെ ഹെഡ്, നമ്മളുടെ ഗ്രീവം, കഴുത്ത്, ഈ കഴുത്തെല്ലാം തന്നെ വിഷ്ണു നെക്സ്റ്റ് സ്ലൈഡ് പോയിക്കോ. അതിൽ ഏറ്റവും എനിക്ക് ഇമ്പോർട്ടന്റ് ലാസ്റ്റ് കുറച്ച് ഇത് ചെയ്യും, ക്വസ്റ്റ്യനെയർ ചെയ്യിപ്പിക്കാനുണ്ട്. ഒറ്റ മിനിറ്റ്. അപ്പോ ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ശിരോ, നമ്മളുടെ ഗ്രീവം, നമ്മളുടെ കഴുത്ത്, ഇതെല്ലാം തന്നെ നമ്മൾ ഇറക്റ്റ് ആയിട്ട് വെക്കുമ്പോഴാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മളുടെ നാസിക ആഗ്രത്തിലേക്ക്, ടിപ്പ് ഓഫ് ദ നോസിലേക്ക് നമ്മൾ ഫോക്കസ് കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് നമ്മളൊരു സ്റ്റഡി പോസ്റ്ററിൽ ഇരിക്കേണ്ടത്. ഇതാണ് ഫൗണ്ടേഷൻ ഓഫ് ദ ഒരു മെഡിറ്റേഷൻ പോസ്റ്റർ, അല്ലെങ്കിൽ സാധനയ്ക്ക് ഇരിക്കേണ്ടുന്ന പോസ്റ്ററിനെ പറ്റിയിട്ട് ഭഗവത്ഗീതയിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്ന പോസ്റ്റർ എന്താണ്? പതഞ്ജലി യോഗസൂത്രയിൽ പറയുന്നുണ്ട് സ്ഥിര സുഖ ആസനം. നമ്മൾ ഇരിക്കുന്നത് അത് യോഗാസനം ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ ഇരിക്കുന്ന ആ ഒരു ആസനം എന്ന് പറയുന്ന അവസ്ഥ പോലും സ്റ്റഡി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കണം. നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോർമാലിറ്റി അല്ല. എല്ലാവരും നിങ്ങൾ നിവർന്നിരിക്കൂ, നട്ടല് നിവർത്തി, എന്താ പറയുക, കഴുത്ത് നിവർത്തി വെക്കൂ, തല നേരെ വെക്കൂ എന്നൊക്കെ പറയുമ്പം അതൊരു ഫോർമാലിറ്റി അല്ല. എല്ലാ ക്ലാസ്സിലും സ്പിരിച്വലുള്ള എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ നിവർന്നിരിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഫോർമാലിറ്റി അല്ല. കാരണം അങ്ങനെ ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കുള്ള ഫോക്കസ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അതേപോലെ തന്നെ എന്താ പറയുന്നത്, നമ്മള് ഈ നമ്മുടെ സ്പൈൻ എന്ന് പറയുന്നതിന്റെ, അല്ലെങ്കിൽ ആ സ്പൈനൽ ആ ഒരു സ്പൈൻ ബോണിന്റെ ഒക്കെ ഉള്ളിലാണ് ആരിയ്ക്കണെന്ന് അറിയോ? നമ്മളുടെ സുഷുമ്ന നാഡി. ഇപ്പൊ ഈ ഒരു ചിത്രത്തിൽ കാണാം, ബ്രെയിനിന് താഴേക്ക് നട്ടൽ ഇങ്ങനെ വരുന്നത്. ഇതിന്റെ ഉള്ളിലാണ് ആരുള്ളത്? സുഷുമ്ന. എല്ലാരും കേട്ടിട്ടില്ലേ സുഷുമ്ന നാഡി പറയണത്? അപ്പൊ സുഷുമ്ന നാഡിയാണ് ശരിക്കും പറഞ്ഞാല് ആ സ്പൈനൽ, നമ്മളുടെ സ്പിരിച്വലി ആ ആത്മീയമായ പാതയിലുള്ള നമ്മളുടെ ആ ഉയർന്നു വരുന്ന അവസ്ഥ, ഓരോ ലെവലിൽ നമ്മൾ കടന്നു വരുന്ന അവസ്ഥയിൽ ആക്ച്വലി ആക്ടിവേറ്റ് ആയി മെയിനായിട്ട് ആ സ്പിരിച്വലിൽ നിൽക്കുന്ന നാഡിയാണ് സുഷുമ്ന എന്ന് പറയുന്നത്. ഇത് സെന്റർ, അതിനെ ഹൗസ് ചെയ്തിരിക്കുന്നത്, അതായത് സുഷുമ്ന ഒരു വീടിനകത്ത് വെച്ചിരിക്കുന്നതാണ് ഈ നട്ടല്. നട്ടലാണ് സുഷുമ്നയുടെ വീട് എന്ന് പറയുന്നത്. അതിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ഈ നട്ടല് തന്നെ മിസ്അലൈൻഡ് ആയിട്ട്, കംപ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ ഡിസ്ക് ഒക്കെ പുറത്തു വന്നിട്ട് ഇതൊക്കെ വന്ന് ഞെങ്ങി ആകെ ഒരു മിസ്അലൈൻഡ് ആവുമ്പോൾ ഈ വേദനകളും ഒക്കെ ആവുമ്പോൾ ഫുള്ളി ബ്ലോക്ക്ഡ് ആവും. സുഷുമ്ന നാഡിക്ക് ശരിക്കും ഫ്ലോ വരില്ല, അവിടെ ബ്ലോക്ക് വരും. നമ്മൾ എത്രത്തോളം എന്താ പറയുക, ഇടപിങ്കല സുഷുമ്നയാണല്ലേ തൃനാഡികൾ ഏറ്റവും, നിങ്ങൾക്കൊക്കെ അതൊക്കെ അറിയുന്നവരായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോണത്. തൃനാഡികളിൽ ഇടപിങ്കല സുഷുമ്ന വരുമ്പോഴത്തേക്കും, ഇടപിങ്കല ചേർന്ന സുഷുമ്ന പുറത്തേക്ക് വരുന്ന സമയത്ത് ഇത് ഫ്ലോ ചെയ്ത് മുകളിലേക്ക് കയറി വരുന്ന, മുകളിലേക്ക് എത്താനുള്ള റൂട്ട് എന്താണ്? സ്പൈനിന്റെ ഉള്ളിൽ കൂടിയാണ്. അപ്പൊ സ്പൈൻ തന്നെ അലൈൻഡ് അല്ലെങ്കിൽ എന്ത് പറ്റും?
ഈ നാഡിയുടെ ഫ്ലോ ഒക്കെ തെറ്റും. ഈ നാഡിയുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ല. ഫ്ലോ ഒക്കെ ഉണ്ടാവും, ഫ്ലോ ഒന്നും അത്ര പ്രശ്നം വരില്ല, പക്ഷെ അത് എത്ര പൂർണ്ണമായ അവസ്ഥയിൽ വരണമോ അത് വരില്ല. അതേപോലെ തന്നെയാണ് ചക്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്കെല്ലാം അറിയാം, സ്പിരിച്വൽ പാത്വേയില് നന്നായിട്ട് സാധനാ മാർഗത്തിൽ പോകുന്നവർക്ക് ആ ചക്രങ്ങളെ അനുഭവിച്ചറിഞ്ഞവരുണ്ടാവും. ഇപ്പൊ നമ്മളിത് വെളിയിൽ ചെന്നിട്ട് ഞാനിപ്പോ എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും നിങ്ങളുടെ ചക്രങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, ആ ഡോക്ടർക്ക് എന്തോ പ്രശ്നമാണെന്ന് പറയും. പക്ഷെ സാധനാ മാർഗത്തിൽ ഇരിക്കുന്നവർക്ക് അറിയാം, നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടാവും മൂലാധാരത്തിനെ പറ്റിയിട്ടും സ്വാധിഷ്ഠാനമൊക്കെ നമ്മൾ തന്നെ ബോഡിയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ആ മൂലാധാരത്തിന് ഒരു അവേക്കനിങ്, അവിടെ ഒരു ഈ സുഷുമ്ന അല്ലെങ്കിൽ ഈ കുണ്ടലിനി എനർജിക്കൊക്കെ ഒരു അവേക്കനിങ് പോലെയൊക്കെ വരുന്ന സമയത്ത്, അവിടെ ഒരു സ്റ്റിമുലേഷൻ ഒരു വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അവിടെ നമുക്കൊരു ഇക്ലിയാക്കുന്ന പോലത്തെ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ വരുന്നത് പോലെ ചില ഉണർവുകൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ. നെഞ്ചിന്റെ നടുക്ക് നമ്മൾ അനാഹത ചക്രത്തിന്റെ പലപ്പോഴും നമ്മൾ ജപിക്കുമ്പോൾ ഉണർന്നിട്ടുണ്ടാവും. ഒരു നല്ല കണ്ണടച്ച് കുറച്ചേരിക്കുമ്പോൾ എന്റെ അടുത്ത് വരുന്ന പലരും ഈ ഒരു മാർഗത്തിലുള്ളവർ പറയാറുണ്ട്, നെറ്റിന്റെ നടുവിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു തുടുപ്പ് വന്നു, അല്ലെങ്കിൽ അവിടെ ഒരു വൈബ്രേഷൻ വന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു എനർജി സെന്റേഴ്സ് നമ്മുടെ ബോഡിയിൽ ഉണ്ടെന്നുള്ളത് സ്പിരിച്വൽ റൂട്ടിൽ പോയവർക്ക് അറിയാം, അല്ലാത്തവർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ആ സ്പിരിച്വൽ റൂട്ടിൽ പോയവർ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണമെങ്കിൽ അല്ല, നാസികാഗ്ര എന്ന് പറഞ്ഞ നമുക്ക് ഇതില് നമ്മൾ ഇതിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മെഡിറ്റേഷന്റെ മെയിൻ പോയിന്റ് നമ്മൾ ഈ ടിപ്പ് ഓഫ് ദ നോസ് ആണ് പറയുക, അഗ്രത്തിൽ നിന്നാണ് പറയുക. പിന്നെ ഇത് ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് അത് വേറെ ഫോക്കസ്. നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ആ ഇനിഷ്യൽ ഇതിലേക്ക് ഈ അഗ്രത്തിൽ നിന്നുള്ള ഇതിൽ വരും. ഓക്കെ, അപ്പം എന്താ പറയണേ, നമ്മൾ ഈ പറയുന്ന രീതിയിൽ നമ്മളുടെ ഈ ഒരു എനർജി, നമ്മളുടെ ഈ ചക്രങ്ങളിൽ കൂടിയൊക്കെ ഉള്ള ആ എനർജീനെ നമ്മൾ ഫീൽ ചെയ്തെടുക്കുമ്പോൾ ഇതിലൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഇതിനെ കറക്റ്റായിട്ട് മുകളിലേക്ക് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കില്ല. അതാണ് ഏറ്റവും വലിയ ആ ഒരു, അതായത് ഇത് ഈ ഒരു എല്ലാവരും ആ ഒരു സ്വാധന പദത്തിൽ കൂടി പോകുമ്പോൾ സ്പിരിച്വലി ആ ഒരു ഡിവൈൻ കണക്ഷൻ, പരാശക്തിയോട് ഇണയാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അല്ലെ. ആ ഒരു പരാശക്തിയുടെ ചൈതന്യം നമ്മുടെ ഉള്ളിലേക്ക് വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇരുന്ന് ജപം കാര്യങ്ങൾ ഇതെല്ലാം, നമ്മൾ ആ ഒരു കണക്ഷനാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ആ ഒരു ഡിവൈൻ കണക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താ പറഞ്ഞ, അപ്പൊ അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ നട്ടെല്ലിനെ, നമ്മളുടെ ശരീരത്തിനെ ഒരുക്കി വെക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. അപ്പൊ ഭഗവത്ഗീതയിൽ പറഞ്ഞു, നമ്മൾ പതഞ്ജലിയിൽ പറയുന്നുണ്ട്, തിരുമന്ദിരത്തിൽ പറയുന്നുണ്ട്, സിദ്ധവൈദ്യത്തിൽ കംപ്ലീറ്റ്ലി തിരുമന്ദിരം തിരുക്കുറലിലൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കുറെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ശരീരം എങ്ങനെ നമ്മൾ ഒരു ദേവാലയം പോലെ സൂക്ഷിക്കണം എന്നുള്ളതാണ് സിദ്ധവൈദ്യത്തിന്റെ മെയിൻ ഭാഗം മുഴുവൻ പറയുന്നത്. അപ്പോൾ നമ്മളുടെ പോസ്റ്റർ സ്റ്റഡി ആയിട്ടല്ല ഇരിക്കുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ ഉണ്ടാവില്ല, നമുക്ക് കംഫർട്ടബിൾ ആവില്ല. അതേപോലെ തന്നെയാണ് മോഡേൺ സയൻസും പറയുന്നത്, നല്ല പോസ്റ്ററിലല്ല നമ്മൾ ഇരിക്കുന്നെങ്കിൽ എന്താ പറ്റുക, നമുക്ക് മസിൽസിന്റെ പ്രശ്നങ്ങൾ വരും, നമുക്ക് ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ അറ്റൻഷൻ പോകും, നമുക്ക് ജോലി കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല. എർഗണമിക് ചെയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്കൊക്കെ മോഡേൺ ഇതിൽ തന്നെ പല പല അഡ്ജസ്റ്റ്മെന്റിലുള്ള ചെയറുകൾ, എന്തിനാണ് സാധാരണ കസാരയിൽ ഇരുന്നാൽ പോരെ, അങ്ങനെയല്ല അല്ലെ. നട്ടലിന് മസിൽസിന്റെ ഒക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ചെയറുകൾ യൂസ് ചെയ്യണം. അത് മോഡേൺ മെഡിസിനിലും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രീത്തിങ് പ്രോപ്പർ രീതിയിൽ ഫ്ലോയിലല്ല ബ്രീത്ത് നടക്കുന്നെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ തന്നെ പല രീതിയിലുള്ള നെർവസ് സിസ്റ്റത്തിന്റെ പല ഭാഗങ്ങളുണ്ട്. ഇതിനൊക്കെ ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്നൊക്കെ പറയുന്ന അതിനൊക്കെ ബ്രീത്തിങ് കറക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ അതൊക്കെ അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചക്രങ്ങളായിക്കോട്ടെ, നാഡികളായിക്കോട്ടെ, നമ്മുടെ മോഡേൺ സൈഡ് എടുത്തു കഴിഞ്ഞാൽ ആ സൈഡിലും എല്ലാ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ എടുത്താലും താവോ എടുത്താലും എല്ലാത്തിലും ഈ ഒരു യോഗിക് ഫിലോസഫി എല്ലാം എടുത്താലും നമ്മുടെ അനാട്ടമി, ഈ ഒരു സ്പൈൻ്റെ അനാട്ടമി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് പോസ്റ്റർ ചെക്ക് ചെയ്യാം നമ്മളുടെ. അതായത് നേരത്തെ നമ്മൾ ഇരിക്കുന്ന സമയത്ത്, ഇപ്പൊ തന്നെ എല്ലാവരും ഇരിക്കുന്നുണ്ട് അല്ലെ, നമ്മളുടെ നടുഭാഗം നമ്മൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് വളഞ്ഞിങ്ങനെ തള്ളിയാണോ, നമ്മൾ വയറ് തള്ളിയാണോ ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് ഒബ്സർവ് ചെയ്യുക. അതുപോലെ നമ്മളുടെ ചിന്ന്, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ താടി ഇങ്ങനെ പൊസിഷൻ വെച്ചിരിക്കുന്ന ആൾക്കാർ കുറെ പേരുണ്ട്. ഇങ്ങനെയായിരിക്കും തല എപ്പോഴും ഉണ്ടാവുക, കഴുത്ത് ഇങ്ങനെ കംപ്രസ്ഡ് ആയിട്ടിരിക്കും, താടി പൊന്തിയിരിക്കും. താടി കറക്റ്റ് ടക്ഡ് ആയിരിക്കണം എന്നാണ് പറയുക പൊസിഷൻ. അപ്പൊ നമുക്ക് നെക്ക് ഒരു 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 എന്താ പറയുക, നല്ലൊരു സ്ഥിരമായ ഒരു അവസ്ഥയിലിരിക്കും. പക്ഷെ കഴുത്തിന് പ്രശ്നമുള്ളവർക്ക് താടി ഇങ്ങനെ വെച്ചിരിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോയിക്കോളൂ വിഷ്ണു. അപ്പൊ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ നടുവിന്റെ അവിടെ വയറ് തള്ളിപ്പിടിച്ചിട്ട് ബട്ടക്സിന്റെ അവിടെ നമ്മുടെ പൃഷ്ഠഭാഗം ബാക്കോട്ട് തള്ളിയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കാം. നടുവിന്റെ അവിടെ ഒരു വളവുണ്ടോ, അങ്ങനെയുള്ളവരുണ്ടാവാം. ഇനി അതേപോലെ തന്നെ
ഇങ്ങനെ ഈ ഷോൾഡർ മുന്നോട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഈ ഭാഗത്തൊരു കൂന് പോലെ വന്നിട്ട് ഇങ്ങനെയാണോ നമ്മൾ പലപ്പോഴും ഉണ്ടാവുക എന്നുള്ളത് നോക്കുക. കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ മുന്നോട്ട് കുനിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ, താടി ഇങ്ങനെ ഇരിക്കുക, ഇതാണ് നമുക്ക് കംഫർട്ടബിൾ ആവുന്നത്. താടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നതാണ് കംഫർട്ടബിൾ ആവുന്നത് എന്നുള്ളത് നോക്കുക. അതിലാണ് ഒരു ഈസി വരുന്നത്. അതുപോലെ നമ്മൾ നെഞ്ചും വയറൊക്കെ തള്ളിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കൊരു നട്ടലിനൊരു സുഖം കിട്ടുന്നത്. അങ്ങനെ കുറേ പേരുണ്ടാവും. നമുക്ക് നടന്നു പോകുമ്പോൾ കാണാം, നടക്കുന്നതേ അങ്ങനെയായിരിക്കും. കഴുത്ത് ഇങ്ങനെയായിരിക്കും, വയറ് തള്ളി, നെഞ്ച് മുന്നോട്ട് തള്ളിയിട്ടുണ്ടാവും, വയറും തള്ളിയിട്ടുണ്ടാവും, നട്ടലിന് ഭയങ്കര ഒരു വളവായിരിക്കും. അത് അങ്ങനെ പലരും ഇരിക്കുമ്പോൾ ആ രീതിയിലാണ് ഇരിക്കുക. അതുപോലെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് 10 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കാലിലേക്ക്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കാലിലേക്ക് നിറയെ പേര് പറഞ്ഞതാണ്, പെരുപ്പ് വരുന്നു, കാലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് എന്താ പറയുക, ഉപ്പൂറ്റിയിലേക്ക് വേദന വരുന്നു, കാല് മുഴുവൻ ഇങ്ങനെ പിന്നോണ്ട് കുത്തുന്ന പോലെ വരുന്നു, പുകച്ചില് പോലെ വരുന്നു. ഇതൊക്കെ നടുവിൽ നിന്ന് കാലിലേക്കുള്ള ഞരമ്പിന്റെ പ്രശ്നങ്ങളാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഇരിക്കുന്ന സമയത്ത് എവിടെയാണ് വേദന, നടുവിന്റെ അവിടെയാണോ വേദന വരുന്നത്? ഇത് ശ്രദ്ധിക്കുക ഇതൊക്കെ കേട്ടോ. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവല്ല. നടുവിന് ഇങ്ങനെ കുറച്ചിരിക്കുമ്പോൾ നടുവിനാണോ, അതല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് നമ്മളുടെ ഈ വാരിയലിന്റെ ഒക്കെ അടിഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ ബ്ലൗസ് ഒക്കെ ഇപ്പൊ ഈ ഒരു മിഡായിട്ട് ഏറ്റവും താഴെയല്ല, വളവുണ്ട്, ആ ഭാഗത്ത് നമുക്ക് വേദനയുണ്ടോ? അപ്പർ ബാക്ക് ഈ ഒരു ഏരിയയിൽ വളവ്, ഇങ്ങനെ പലരും നോക്കിക്കോ. പ്രത്യേകിച്ച് IT ഫീൽഡിലുള്ളവർക്ക്, ഞാനിപ്പോ ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, ഇങ്ങനെ കുനിഞ്ഞായിരിക്കും, നമുക്ക് സ്ക്രീനിൽ ഇത്രയേ വരാൻ പറ്റുള്ളൂ. ഇങ്ങനെ മുന്നോട്ട് സ്ലൗച്ചിങ് പോസ്റ്റർ എന്നാ പറയുക ഇതിന്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന നെഞ്ചൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു കൂടിയൊരു അവസ്ഥയിൽ ബ്രീത്തിങ് ഒന്നും ഒട്ടും പ്രോപ്പർ ആയിരിക്കില്ല അങ്ങനെയുള്ളവർക്ക്, ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ആൾക്കാർ. ഞാനിവിടെ എന്റെ പേഷ്യൻസ് വരുമ്പോൾ ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ വന്നിട്ടുള്ളവർക്കും അറിയാം, ഞാൻ എന്റെ കാലിന്റെ മുട്ട് വെച്ചിട്ട് ഞാൻ അവരെ തോളിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിവർത്തും നെഞ്ച്. എന്നിട്ട് ഞാൻ പറയും ഇങ്ങനെ ഇരുന്ന് ഇവിടുന്ന് ശീലിക്കണം എന്ന് പറയും. 2, 3, 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടും അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇനി അങ്ങനെ ഇരിക്കരുന്നോണ്ട് പുറത്തിട്ട് അടിക്കും ഞാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് പലരും, മിക്ക ആൾക്കാരും ഈ ഭാഗം വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. പിന്നെ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് ഞാൻ പറയും, നിങ്ങൾ മറ്റേ പൊസിഷൻ കറക്റ്റ് ചെയ്യുന്ന പോസ്റ്റർ ബെൽറ്റ് ഇട്, എന്നിട്ട് നിവർന്നിരിക്കും, നെഞ്ച് നിവർന്നിരിക്കണം, നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റണം, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വിടാറുണ്ട്. പക്ഷെ കുറെ പേര് അത് അനുസരിക്കും, ചിലവർ അത് അനുസരിക്കില്ല. അപ്പം എന്താ പറയുന്ന, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇത് ഇങ്ങനെയാണോ? പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്കും കഴുത്തിൽ നിന്ന് തലയിലേക്ക് വേദന, ഈ ഭാഗത്ത് ഇങ്ങനെ സ്ട്രെയിൻ വരിക, ഭയങ്കരമായിട്ടൊരു സ്ട്രെയിൻ വരിക, കണ്ണിലേക്കൊക്കെ വേദന വരിക, ഇതൊക്കെ കഴുത്തിന്റെ കംപ്രഷനാണ് വരാറ്. അപ്പോ ഇങ്ങനെ ഇനി ഒന്ന് നിങ്ങൾ വെറുതെ ഒന്ന് കൈ എടുത്തിട്ട് നിങ്ങൾ ശ്വാസം എടുത്ത് വിടുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശ്വാസം നെഞ്ചിന്റെ ഇവിടെ മാത്രം വന്ന് മുകളിൽ പുറത്തേക്ക് പോകുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് ആ റിപ്സ്, നമ്മളുടെ നെഞ്ചിന്റെ അടിയിൽ കുറച്ച് ഈ ഭാഗത്ത്, അതായത് ബ്രസ്റ്റ് ഒക്കെ വരുന്നതിന്റെ താഴേക്ക് കൂടെ വീർത്ത് വരുന്നുണ്ടോ നോക്കുക. ചില ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരില്ലേ, കൂനി ഇരിക്കുന്ന ആൾക്കാർക്ക് നെഞ്ചിന്റെ ഇവിടുന്ന് ശ്വാസം ഇവിടം വരെയൊക്കെ വന്ന് താഴേക്കൊന്നും പോകില്ല, അതിന്റെ മുമ്പേ തിരിച്ച് പുറത്തേക്ക് പോകും. കാരണം നിങ്ങൾക്ക് ഈ ഭാഗം ബ്രീത്ത് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് അപ്പർ ചെസ്റ്റും ത്രോട്ടും മാത്രമായിരിക്കും പലപ്പോഴും, അതായത് ഈ നെഞ്ചിന്റെ മോൾവശവും ത്രോട്ടിൽ കൂടി മാത്രമായിരിക്കും ബ്രീത്ത് വരുന്നത്, താഴേക്കൊന്നും എത്തുണ്ടാവില്ല. അപ്പൊ നമ്മൾ കോൺഷ്യസ്ലി, നമ്മൾ ശ്രദ്ധയോടുകൂടി ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുമ്പോഴാണ് എന്ത് സംഭവിക്കുക, വയറൊക്കെ വീർത്ത് വരിക. ഒന്നൊന്ന് ശ്രമിച്ചു നോക്കൂ, എത്ര പേർക്ക് വയറിന്റെ അവിടം വരെ ഫുള്ളായിട്ട് വരുന്നത്, അതോ നമ്മളിങ്ങനെ ഇവിടം വരെ എത്തി പുറത്തേക്ക് നമ്മൾ അറിയാണ്ട് ചെയ്യണം. ഇപ്പൊ കോൺഷ്യസ്ലി ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ വയറ് വരെയൊക്കെ എല്ലാവർക്കും എത്തും. നിങ്ങൾ ഇങ്ങനെ അറിയാതിരിക്കുമ്പോൾ ഒന്ന് നോക്കിയാൽ മതി, നിങ്ങളുടെ നെഞ്ചിന്റെ എവിടം വരെ ആ ഒരു ശ്വാസം എത്തുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത്. ലങ്സിലേക്കൊക്കെ എത്തും കേട്ടോ, അതില്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മളുടെ ആ ഒരു ഇൻപുട്ടാണ് ഞാൻ പറയുന്നത്, ആ ഒരു ഫുൾ ഇൻവോൾവ് ആയിട്ട്. കുറേ പെൺകുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ചെറുപ്പം തൊട്ടേ സ്ത്രീകള് ബ്രസ്റ്റ്, ഭയങ്കര വലിയ ബ്രസ്റ്റ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ആവാൻ ഒരു ടെൻഡൻസി വരും. അതായത് നെഞ്ചിനെ ചുരുക്കി ഉള്ളിൽ പിടിക്കും. അപ്പൊ തന്നെ ഈ ബാക്ക് സൈഡ് ഇങ്ങനെ ഉരുണ്ട വരിക. അപ്പൊ നമ്മളുടെ ഷോൾഡർ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരും. അപ്പൊ ഇവിടെ ഒരു വളവ് വരും. അപ്പൊ തന്നെ നമ്മുടെ ഈ സ്പൈനിന്റെ ആ അലൈൻമെന്റ് മാറി തുടങ്ങും. അപ്പൊ ബ്രീത്തിങ് പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അത് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ശരീരത്തിൽ ഉണ്ടാക്കും. അപ്പൊ ഇത് കുറെ ആൾക്കാരിൽ ഇതേപോലെ, അതായത് വളവ് ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ വളവ്, ഇപ്പൊ നട്ടലിന് ഇങ്ങനെ ഒരു വളവ്, നടുവശത്ത് നമ്മൾ ചെരിഞ്ഞ് നോക്കിയാൽ ഇങ്ങനെ ഒരു വളവുണ്ട്. ഞാൻ നാളെ നട്ടലും കൂടെ എടുത്തു വെച്ചിട്ട് ക്ലാസ് എടുക്കാം, അപ്പം എളുപ്പമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വളവുണ്ട്. ചില ആൾക്കാർക്ക് ഈ വളവ് ഭയങ്കര വളവായിരിക്കും. ഇങ്ങനെ വളവിന് പുറം വശവും വളഞ്ഞിരിക്കും, ബട്ടക്സിന്റെ അവിടെയും വളഞ്ഞ് ബാക്കോട്ട് തള്ളിയിരിക്കും. ഹൈപ്പർ ആയിട്ടുള്ള ഒരു വളവ്. അത് നമുക്ക് ചിലവർക്ക് ബൈ ബർത്ത് തന്നെ അങ്ങനെ ഒരു ശരീര ഷേപ്പ് ആയിരിക്കും, അത് അതിൽ യൂസ്ഡ് ആവും. പക്ഷെ കുറേ പേര് നോക്കിക്കഴിഞ്ഞാൽ വേദനകളും ശരീരത്തിന്റെ ആ ഒരു അലൈൻമെന്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വളവായി പോകുന്നതാണ്. അതുപോലെ ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരുന്നാണ് ഇവിടെ വളവ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ ബ്രീത്തിങ്, നമ്മളുടെ ഇരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ തന്നെ ഇരിക്കുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ
നമ്മൾ ഇരിക്കുന്നു 10 മിനിറ്റ് 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തിരിയണം, മറയണം, നടുവേദന എടുക്കുന്നു. നേരത്തെ ഇപ്പൊ ഒരാൾ മെസ്സേജ് ഇട്ടതുപോലെ മുട്ടിന് അൺകംഫർട്ടബിൾ ആവുന്നു. മുട്ട് ഇപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക്കിന്റെ അകത്ത് മുട്ടിലേക്ക് ഒരുപാട് പോകുന്നില്ല. മുട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സാധനമാണ്. കാരണം അത് സ്പൈനുമായിട്ട് നമുക്ക് ഈ ഫുള്ളി മിക്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല. സ്പൈനിന്റെ ഇഷ്യൂ കൊണ്ട് മുട്ടിന് പ്രശ്നം വരാറുണ്ട്. കാരണം ഈ നടുവിന്റെ ഞരമ്പ്, നടുവില് ഡിസ്കിന്റെ കംപ്രഷൻ വന്നിട്ട് ഞരമ്പിൽ അമർന്നിട്ട് ആ സമയത്ത് വേദന വരിക. അപ്പൊ മുട്ടിന് നല്ല സ്റ്റക്കായോ? ഞാൻ ആക്ച്വലി ജിയോ എയർ ഫൈബർ ആണ് യൂസ് ചെയ്യുന്നത്. വീഡിയോ സ്റ്റക്കാണോ? ഈ കുറച്ചു മുന്നേ സ്റ്റക്ക് ആയിരുന്നു ചേച്ചി. അത് ഓക്കെ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞു വരുന്ന വെച്ച് കഴിഞ്ഞാല്, സോറി, ഞാൻ ആക്ച്വലി ജിയോ എയർ ഫൈബർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നാളെ അതിന്റെ തൊട്ടടുത്ത് പോയിരിക്കാം മോഡത്തിന്റെ. അപ്പം സോറി കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു 10-15 മിനിറ്റിന് മാറിക്കൊണ്ടിരിക്കുക. നമുക്ക് നടുവിന്ന് കാലിലേക്ക് വേദന ഇറങ്ങി വരിക. മുട്ട്, നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ മുട്ടിന് ഒരു ബുദ്ധിമുട്ട് വരിക. മുട്ടിന് ബുദ്ധിമുട്ട് വരുമ്പോൾ എന്താ പറ്റുക, മുട്ടിന്റെ ബാക്കിൽ കൂടി ആണ് ശരിക്കും, നടുവിൽ നിന്ന് ഒരു കംപ്രഷൻ ഉണ്ടെങ്കിൽ മുട്ടിന്റെ ബാക്കിൽ കൂടി ഉള്ളിൽ കൂടിയാണ് വേദന താഴേക്ക് ഇറങ്ങുക. കാഫ് മസിലിന് വേദന വരിക. അപ്പൊ കാഫ് മസിൽ വേദന വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും. പിന്നെ കഴുത്ത് നോക്കുമ്പോൾ എപ്പോഴും ഇവിടെ സ്റ്റിഫ് ആയിട്ടിരിക്കും. നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഞെക്കി കൊടുക്കണം, കഴുത്ത് ഇങ്ങനെ ആക്കണം, അല്ലാണ്ട് ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഇനി തന്നെ നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ വിരലൊക്കെ പെരുക്കും, ഇവിടെ വേദന എടുക്കും, കൈ മുഴുവൻ കഴയ്ക്കും. ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴുത്തുനിന്ന് മുകളിലേക്ക് ഇവിടുന്ന് ഇങ്ങനെ തലവേദന വരും. തലവേദന വന്നിട്ട് ആകെ ഒരു തലയൊക്കെ ഒരു വെളിവില്ലാത്തൊരവസ്ഥ തലയ്ക്ക് വരും. ഇതൊക്കെ കഴുത്തിന്റെ പ്രശ്നം കൊണ്ട് വരുന്നതാണ്. ഇനി മിഡ് ബാക്ക് ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ചെയ്ത് വരും. ബ്രീത്തിങ്, ഈ നെഞ്ചിന്റെ ഇവിടെ വന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ നെഞ്ച് റെസ്ട്രിക്റ്റഡ് ആവും, ലങ്സിന്റെ ഭാഗം റെസ്ട്രിക്റ്റഡ് ആവും. നമുക്കത് നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, ശ്വാസം എടുക്കാൻ പറ്റില്ല. അപ്പോ ഇതൊക്കെ നമുക്കിപ്പോ ഉണ്ടായോ നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇരിക്കുന്ന സമയത്ത് 15 മിനിറ്റിൽ മാറേണ്ടി വരിക. നേരത്തെ പറഞ്ഞു മുട്ടിന് ബുദ്ധിമുട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നിലത്തിരിക്കാൻ പറ്റണില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് നിലത്തിരിക്കാൻ പറ്റണില്ല. നമ്മള് പലപ്പോഴും നിലത്തിരിക്കണമെങ്കിൽ നമുക്ക് പല ആൾക്കാരുടെ സഹായം വേണം. ഇരുന്ന് എണീക്കാൻ പറ്റില്ല. അതൊന്നും എന്താ പറഞ്ഞ 60-70 വയസ്സൊന്നും ആവേണ്ട ആവശ്യമില്ല. അതിന്റെ മുമ്പേ തന്നെ 30 വയസ്സിലൊക്കെ തന്നെ ആൾക്കാർക്ക് ഇപ്പൊ നിലത്തിരിക്കാൻ പറ്റണില്ല. അതാണ് മെയിൻ ഒരു പോയിന്റ്. മുട്ടും കൊണ്ടും പറ്റില്ല, നടും കൊണ്ടും പറ്റില്ല. പിന്നെ കുറച്ചേരം നിങ്ങൾ നോക്കും, മൊബൈൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേദന വരുന്നുണ്ടോ, ലാപ്ടോപ്പിൽ ഇരിക്കുമ്പോൾ വേദന വരുന്നുണ്ടോ, തലവേദന വരുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ. ആൻഡ് ഈ ഭാഗം ഷോൾഡർ വളഞ്ഞാണോ ഇരിക്കുന്നത്? എല്ലാരും ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ജിമ്മിലൊന്നും പോവാണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വളഞ്ഞു വരും. മസിലൊന്നും അല്ല കേട്ടോ, മസിലുള്ള ജിമ്മന്മാർ അത് വേറെ ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇത് അല്ലാണ്ട് തന്നെ വരും. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, നമുക്ക് ശ്വാസം ശരിക്കും എടുക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കും. ഇനി വേറൊന്നും, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സ്ലീപ്പി ആവും, നമ്മൾ റെസ്റ്റ്ലെസ് ആവും, നമുക്ക് ഇങ്ങനെ ഉറക്കം വരുന്ന പോലെ ആവും, നമുക്ക് ഇങ്ങനെ ആകെ ഒന്ന് എണീറ്റ് പോയാൽ മതി എന്നുള്ള, എങ്ങനെയെങ്കിലും ആ ജപം തീർത്ത് എണീറ്റ് പോയാൽ മതി എന്നൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ ചിലപ്പോൾ ജപിക്കുക. ആ ജപത്തിൽ മുഴുകി അങ്ങ് ഒരു വേറൊരു ലെവലിൽ എത്തുക എന്ന് പറയുന്നതിനെക്കാളും ഇത് എങ്ങനെയെങ്കിലും തീർത്തിട്ടൊന്ന് എണീക്കുക എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും ഉണ്ടാവുക. ഇനി നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചിന്തിക്കുക. 6 മണിക്കൂറിലൊക്കെ കണ്ടിന്യൂസ് ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ടാവും. 17 മണിക്കൂർ വരെയൊക്കെ ഇരുന്ന് ജോലി ചെയ്യുന്നവരുണ്ട്. എണീറ്റ് പോവുക, കാപ്പി കുടിക്കും, ഇങ്ങനെ ആ മെഷീനിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാപ്പി കുടിച്ചോണ്ടേയിരിക്കും. ഇത് ഈ ലെവലിൽ അവർക്ക് സ്ട്രെച്ചിങ് ഇല്ല, മൂവ്മെന്റ് ഇല്ല. അങ്ങനത്തെ ലൈഫ് സ്റ്റൈലിലാണ് ഇപ്പോൾ കോർപ്പറേറ്റ് വേൾഡിലുള്ള ആൾക്കാർ കൂടുതലായിട്ട് പോകുന്നത്. നടത്തില്ല, ഒറ്റ ഇരിപ്പാണ്. ആ ജോലി തുടങ്ങിയ രാത്രി വരെ ഒറ്റ ഇരിപ്പാണ്. ഞാൻ അങ്ങനെ വരുന്ന ആൾക്കാരോട് പറയും, നിങ്ങൾ അധികം കാലം ഇരിക്കേണ്ടി വരില്ല പറയും. ഇപ്പൊ ഈ ജോലിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇരിക്കുന്നത്, അപ്പൊ അധികം കാലം, ഞാൻ അങ്ങനെ തന്നെ പറയും, നിങ്ങൾ അധികം കാലം, കുട്ടികൾ, ചെറിയ പെൺകുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ വേദനയൊക്കെ ആയിട്ട് വരുമ്പോഴേ ഞാൻ അവരുടെ അടുത്ത് പറയും അധികം കാലം ഇരിക്കേണ്ടി വരില്ല എന്ന്. അതാ പറഞ്ഞത്. അപ്പോ ഒരു സ്ട്രെച്ചിങ്ങിന് പോലും പോവില്ല എന്നുള്ളതാണ്. അപ്പൊ ഒന്നും സ്ട്രെച്ച് ചെയ്യാൻ രാവിലെ ചിലപ്പോൾ എണീറ്റിട്ട് ഒന്ന് ജിമ്മിൽ പോവുക, അല്ലെങ്കിൽ ജിമ്മെന്ന് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ പോയി ചെയ്യാവുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ ജിമ്മെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഒന്ന് നടക്കുക, എന്തെങ്കിലും ഒരു സ്ട്രെച്ചസ് ചെയ്യുക, ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കുക, ഇതൊന്നും ഉണ്ടാവില്ല. ജോലി ചെയ്യുക പറ്റില്ല, വേറൊന്നും ചിന്തിക്കാനുള്ള സമയം അവർക്കില്ല, അവരുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെ ആയിപ്പോയി. അപ്പോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കൊരു 10 മിനിറ്റ് പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ കഴുത്തിന്റെ ഭാഗം, മിഡ് സോൺ, നമ്മുടെ ഷോൾഡറിന്റെ ഈ അപ്പർ ഭാഗം
നമ്മുടെ കുറച്ച് ഈ ഇടഭാഗം, പിന്നെ നടുവിന്റെ ഭാഗം, ബട്ടക്സിന്റെ ഭാഗം, ഇവിടെയൊക്കെ എവിടെയാണ് നിങ്ങൾക്ക് വേദന വരുന്നതെന്നൊക്കെ ഒന്ന് നോക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്രീത്തിങ്ങിന്റെ ലെവൽ എങ്ങനെയാണ്, നെഞ്ച് കടന്നു വരുന്നതൊക്കെ ഇന്നതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതിനു വേണ്ടി ഇതിന് ശ്രദ്ധിക്കുകയല്ല, നിങ്ങൾ കാഷ്വലി ഓരോന്ന് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇനി വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഒരു സ്പിരിച്വൽ ട്രഡീഷൻ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ എനർജി ചാനൽ, എനർജി ഫ്ലോ എന്ന് പറയുന്നത് മേരുദണ്ഡ എന്ന് പറയുന്ന ആ ഒരു ആക്സിസ്, നമ്മൾ ആക്സിസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മളുടെ സ്പൈൻ എന്നാണ് പറയുക. അതായത് നമ്മളുടെ ശരീരം അല്ലെങ്കിൽ ഫിസിക്കൽ നമ്മൾ എന്ന് പറയുന്ന ആളും ആ ഒരു പരാശക്തിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന മെയിൻ ഒരു ഏരിയ ആണ്. സ്പിരിച്വൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്കൊക്കെ പോകണമെങ്കിൽ നമ്മളുടെ ബോഡിയെ കറക്റ്റ് അതിലേക്ക് എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ പറയണ ആ ഒരു എന്താ പറയുക, നമ്മളെ അതിലേക്ക് എത്തിക്കണമെങ്കിൽ അതിനുള്ള മെയിൻ റൂട്ട് എന്ന് പറയുന്നത് ആ റോഡ് സ്പൈനാണ്. ആ കണക്ഷൻ ശരിക്കും അനുഭവിച്ചറിയുമ്പോഴേ നമുക്ക് അറിയുള്ളൂ അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് വർഷമായിട്ട് ഈ നട്ടലിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തിരിക്കുന്ന ആളായിരുന്നു. ഞാൻ സെൽഫ് കെയർ ഭയങ്കരമായിട്ട് കുറച്ചു, പറ്റാണ്ടായി, സമയമില്ല. ഈ നേരത്തെ പറഞ്ഞ പോലെ ആ സെൽഫ് കെയർ കുറഞ്ഞ സമയത്ത് ഞാൻ ആക്ച്വലി ഒരു പോയിന്റിൽ എൻ്റെ ട്രീറ്റ്മെന്റ് സൈഡ് മുഴുവൻ നിർത്താൻ തീരുമാനിച്ച ആളാണ്. കാരണം അത്രയും ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. എനിക്കില്ലാത്ത നട്ടൽ സംബന്ധമായ അസുഖങ്ങളില്ല. അപ്പൊ ഞാൻ ഈ സിദ്ധമാർഗത്തിൽ തന്നെ, എന്റെ മാർഗം കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ ഞാൻ അതിൽ തന്നെ മെഡിറ്റേഷന്റെ ആ ഒരു ലെവലിൽ പോണ ആളാണ്. അപ്പൊ അതിലൊന്നും ഇരിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ അപ്പൊ കാലും അരയൊക്കെ ഞാൻ മെഡിറ്റേഷനൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. മെഡിറ്റേഷൻ വേണ്ട, ഒന്നും വേണ്ട, നമ്മുടെ എനർജി ഒക്കെ ഫുള്ള് പോയി. എന്നെ നമ്മളെ കൂട്ടത്തിലുള്ളവരും ഒക്കെ തന്നെ കാണുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ മാറി. ഫുള്ള് നെഗറ്റിവിറ്റി ആയി, അങ്ങനെയായി. ആ സമയത്ത് ഞാൻ സെൽഫായിട്ട് എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു കാര്യം ഞാൻ ആദ്യം ചെയ്തത്, ഞാൻ സത്യത്തിൽ ജിമ്മിൽ പോയി തുടങ്ങി. ഞാൻ ജിമ്മിനെ പ്രൊമോട്ട് ചെയ്ത് പറയല്ല, ഞാൻ ചെയ്തു തുടങ്ങി. ജിമ്മിൽ പോയിട്ട് ചെറിയ ചെറിയ സ്ട്രെങ്തനിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. കൂട്ടത്തിൽ അവിടെ ഞാൻ യോഗ ചെയ്യും. അവിടുന്ന് ഞാൻ കഴിയണ സമയത്ത് ഈ നട്ടലിന് വേണ്ട യോഗകൾ ആദ്യം ചെയ്തു തുടങ്ങി. ആദ്യത്തെ കുറച്ച് നാളെന്ന് വെച്ചാൽ കഠിനമായ വേദന. സത്യം പറയുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് രാത്രി പെയിൻ കില്ലേഴ്സ് എടുത്തിട്ടുണ്ട്. അത്ര വേദനയിലേക്ക് പോയി. അല്ലെങ്കിൽ എന്റെ ബോഡിയെ ഞാൻ സ്ട്രെങ്തൻ ചെയ്ത് ഇവിടെ തന്നെ എന്റെ ക്ലിനിക്കിൽ തന്നെ ഞാൻ എന്റെ അലൈൻമെന്റ്സ് ബോർഡിന്റെ, അല്ലെങ്കിൽ എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ പിന്നെയും പോകുന്നുണ്ട്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എന്റെ തന്നെ നട്ടലിന്റെ അലൈൻമെന്റ് ഒക്കെ ഞാൻ കറക്റ്റ് ചെയ്ത് ഇവിടുന്ന് ഞാൻ കറക്ഷൻ എടുത്ത് ഒക്കെ റെഡിയാക്കി എടുത്തതിന് ശേഷമാണ് ഞാൻ തിരിച്ചെന്റെ മെഡിറ്റേഷൻ റൂട്ടിലേക്കൊക്കെ വന്നത്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എൻ്റെ ആ മെഡിറ്റേഷൻ ആ കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണ്. അത് ശരിക്കും ഞാൻ അതിനു വേണ്ടി സമയം മാറ്റി വെച്ചിട്ട് എൻ്റെ അതിന് ഒക്കെ പോയപ്പോൾ കിട്ടിയ അനുഭവങ്ങൾ. അവിടെയാണ് ഞാൻ ശരിക്കും ആ സ്പൈൻ എന്ന് പറയുന്ന സാധനത്തിനെ ഞാൻ അതിനുശേഷമാണ് ശരിക്കും തിരിച്ചറിഞ്ഞത്. അതുവരെ ഞാൻ ഒരുപാട് പ്രാക്ടീസസ് ചെയ്യുന്നുണ്ട്, ഞാൻ എത്തുന്നുണ്ട്. പക്ഷെ ആ ഫ്ലോ എന്താണ്, അത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായത് ആ അനുഭവത്തിൽ കൂടിയാണ്. അതിലാണ് ഞാൻ മറ്റുള്ളവരെ കുറച്ചും കൂടി അസസ് ചെയ്യാനും അവരെ ഹെൽപ്പ് ചെയ്യാനും തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ അത്രയും നമ്മളെ കണക്ട് ചെയ്യുന്ന, നമുക്ക് ആ ഫ്ലോ ശരിക്കും ആ ഡിവൈൻ ഫ്ലോ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ പരാശക്തിയുടെ ആ നമ്മളിലേക്ക് വരുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് നമ്മൾ അങ്ങോട്ട് പോവല്ല, ശരിക്കും ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വന്ന് നമ്മളിലേക്ക് അങ്ങ് ചേരുകയാണ് ചെയ്യുന്നത്. സീരിയസ്ലി പറയുകയാണെങ്കിൽ രണ്ട് രീതിയിലും എടുക്കാം നമുക്ക്. അപ്പൊ അത്രയും നടുവിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മളുടെ നട്ടല് എന്ന് പറയുന്നത്. അപ്പോ ഓക്കെ. ഇപ്പൊ ഇനി അൺസ്റ്റേബിൾ ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ ഓഫ് ആക്കാം. വീഡിയോ ഓഫ് ആക്കിയ ക്ലാസ് കേൾക്കാൻ വലിയ രസം ഉണ്ടാവില്ല. നമ്മളെ ശബ്ദം മാത്രം കേൾക്കുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ അത്ര പ്രോപ്പർ ആവില്ല. നാളെ നമുക്ക് സെറ്റ് ആക്കാം. ഞാൻ ആക്ച്വലി ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വന്നിരുന്നതാണ്. അതാണ് പറ്റിയത്. താഴെ ഇരുന്നാൽ മതിയായിരുന്നു. അപ്പം എന്താ പറയുക, അപ്പൊ ഇനി വേറൊരു മെയിൻ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സാധനാ മാർഗത്തിലൊക്കെ കുണ്ടലിനിയെ പറ്റിയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ടാവും. ബഫറിംഗ് ആണ്. ഇപ്പോഴും ഉണ്ടോ? ഇപ്പൊ ഫൈനാണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്കായ ഒന്ന് അപ്പൊ തന്നെ ഒന്ന് പറയണേ. ഓക്കെ. അപ്പൊ ഈ കുണ്ടലിനി എന്ന് പറയുന്ന ആ ഒരു എനർജി, അതായത് സർപ്പം പോലെ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുകയാണ്, താഴെ കിടക്കുകയാണ്. നട്ടലിന്റെ ഒക്കെ ഏറ്റവും അടിയിലാണ് അത് കിടക്കുന്നത് അല്ലെ. അവിടുന്ന് അത് എവേക്കൻ ചെയ്ത് അത് ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് പറയുന്നതാണ് നമ്മളുടെ സാധനാ മാർഗത്തിലെ ഏറ്റവും മനോഹരമായൊരു ഭാഗം എന്ന് പറയുന്നത്. അതിങ്ങനെ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്ന് പറയുന്ന പോലെ അത് അവിടെ 6 പടിയും കടന്ന് എത്തണം.
സഹസ്രാരത്തിലെത്തണം. സഹസ്രാരത്തിലെത്തി അവിടെ നിന്ന് അതൊരു തീപ്പൊരി പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ ഞങ്ങളവിടെയൊക്കെ പൂക്കുറ്റി എന്ന് പറയും, എനിക്കറിയില്ല നിങ്ങളെയൊക്കെ ഈ ഇങ്ങനെ കോൺ ഷേപ്പിലുള്ള പടക്കത്തിന്റെ അല വിഷുവിനൊക്കെ പൊട്ടിക്കില്ലേ, അത് കത്തിക്കൂലേ, എന്നിട്ട് ഇങ്ങനെ വരില്ലേ, അതുപോലെയുള്ള അനുഭവമാണ് വരിക. അത് അങ്ങോട്ട് ഇങ്ങനെ വരുന്ന ആ ഒരു ഡിവൈൻ എനർജീനെ, അല്ലെങ്കിൽ ആ ഒരു പരാശക്തിയുടെ ആ ഒരു എനർജീനെ നമ്മൾ അനുഭവിച്ചറിയണമെങ്കിൽ അത് താഴേന്ന് തന്നെ കയറി വരിക ചെയ്യാം. ആ താഴേന്ന് കയറി വരുമ്പോൾ നമ്മളെ റൂട്ട് ക്ലിയർ ആയിരിക്കണം. നമ്മള് നട്ടലിന് കുറെ വളവും നമുക്ക് കുറെ അതിനകത്ത് ബ്ലോക്കും കുറെ ഡിസ്കിന്റെ പ്രശ്നവും അതും ഇതും, നമ്മളെ പൊസിഷൻ ശരിയല്ല, ഇങ്ങനെയൊക്കെ ആകുമ്പം കേറാനുള്ളതൊക്കെ കേറുമില്ല എന്ന് പറയണില്ല. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, പൂർണ്ണമായ പൊട്ടൻഷ്യലിലേക്ക് അത് കയറി വരില്ല. ആൻഡ് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇത് ഒരു പുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ട് സംസാരിക്കുന്നതല്ല. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഈ കഥകൾ മുഴുവൻ പറയണത്. അപ്പോ ആ കാര്യങ്ങൾ കയറി മുകളിലേക്കൊക്കെ വരണം. നമ്മളുടെ സാധനാ മാർഗത്തിൽ നമ്മൾ അതിലേക്ക് ആ ആത്മീയ ലഹരിയിൽ നമ്മളങ്ങ് ആറാടണമെങ്കിൽ നമുക്ക് ആദ്യമേ വേണ്ടത്, നമ്മൾ ഒരുപാട് ജപിക്കുന്നതിനെക്കാളും നമുക്ക് വേണ്ടത് ഈ പറയുന്ന നല്ല ഉറച്ച കറക്റ്റ് ആയിട്ടുള്ള അലൈൻഡ് ആയിട്ടുള്ള തെറ്റുകളില്ലാത്ത ബ്ലോക്കേജസ് ഇല്ലാത്ത ശരീരവും ആ ഒരു നട്ടലുമാണ്. വിഷ്ണു ആ ക്വസ്റ്റ്യനെയർ ഒന്ന് ഷെയർ ചെയ്യോ സ്ലൈഡ്സിൽ? നമുക്കിനി എല്ലാവരും ബുക്കും പേനയും ഒന്ന് എടുത്തു വെക്കണേ. നമ്മൾ ഇനി ചെറിയൊരു നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പൊ ഇതില് ബോഡിയുടെ പ്രിപ്പറേഷൻ ഇതൊന്ന് വെച്ചോളൂ. ഇത് വെച്ചോളൂ. തൊട്ട് മുകളത്തെ സ്ലൈഡ് ഒന്ന് കാണിക്കോ? ഓക്കെ, നെക്സ്റ്റ് കാണിച്ചു കേട്ടോ. അപ്പൊ നമ്മളിതിൽ ആദ്യം തന്നെ എന്നോട് കുറെ പേര് ഈ ക്ലാസ്സിനെ പറ്റി അനൗൺസ് ചെയ്തപ്പോൾ വിപിനൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, നട്ടലിന് സർജറി കഴിഞ്ഞു, പിന്നെ ഇങ്ങനെ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്, അപ്പൊ ആർക്കൊക്കെ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്ലാസ് എന്നുള്ളത്. അപ്പൊ ഇതിൽ ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. ഞാൻ ഇതിന് വലിയ യോഗാസൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യിക്കില്ല. കാരണം എനിക്ക് നിങ്ങളെ നട്ടലിന്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലാതെ എനിക്കിത് ചെയ്യിപ്പിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൽ കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ ഭാഗത്തിലും നേരത്തെ പറഞ്ഞ പോലെ നടുവിന്റെ ഏറ്റവും അടിയിലെ ഭാഗം, ലംബാർ റീജിയൻ എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുന്ന നടുഭാഗം, അവിടുന്ന് തൊട്ട് മുകളിലത്തെ ഭാഗം, ഈ ഭാഗം, കഴുത്ത്, തലയുടെ ഈ ഭാഗം, ഇങ്ങനത്തെ 5 ലെവലിലാണ് ഞാൻ അവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി സംസാരിക്കുക. 5 ദിവസങ്ങൾ 6 ദിവസങ്ങളായിട്ട് ആ ഭാഗങ്ങളിൽ വരുന്ന പ്രശ്നങ്ങൾ, എങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അത് നമ്മളുടെ ആ ഭാഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രങ്ങളെ എങ്ങനെ ബാധിക്കും, അതിന്റെ ബ്ലോക്കേജസ് എങ്ങനെ വരും, ഇതാണ് എന്റെ ക്ലാസ്സിൽ വരാൻ പോകുന്നത്. എന്നിട്ട് സി സെക്ഷൻ ഒന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. സി സെക്ഷൻ ഇപ്പൊ കഴിഞ്ഞൊന്നും അല്ലല്ലോ. ഞാൻ വേറൊന്നും ഞാൻ പറഞ്ഞില്ല, വലിയ ഒന്നും പഠിപ്പിക്കുന്നില്ല. ഈ ഒരു അവയർനെസ് ഉണ്ടാക്കുക. അവയർനെസ്സിൽ കൂടി എന്താണ് അടുത്തത്? കറക്ഷൻ, ചെറിയ കറക്ഷൻ, വലിയ കറക്ഷൻ ഒന്നും അല്ല. എന്ന് വെച്ചാൽ തലകുത്തി നിൽക്കാനോ അല്ലെങ്കിൽ വലിയ സ്ട്രെച്ചസ് ചെയ്യാനോ ഒന്നുമല്ല. ഈ ഇരുന്ന ഇരിപ്പിന് ചെയ്യാവുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് നിന്നിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഞാൻ വലിയ രീതിയിൽ ഒന്നും ചെയ്യില്ല. കാരണം ഇപ്പൊ ഒരു കോമൺ പ്ലാറ്റ്ഫോം അല്ലേ. ഇതിൽ ഞാൻ എങ്ങനെയാണ് എല്ലാവരുടെ അവസ്ഥകൾ എന്ന് എനിക്കിപ്പോ നിങ്ങളെ അസസ് ചെയ്ത് വെച്ചിരുന്നാലും എനിക്ക് അസസ് ചെയ്യാൻ പറ്റണില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ എനിക്ക് എല്ലാവർക്കും കൂടി പറ്റണ രീതിയിലുള്ള ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ അത് ചിലപ്പം ഈ പറഞ്ഞ എന്താ പറയുക, സിസേറിന്റെ ഒക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടായിരിക്കും ബാക്ക് പെയിൻ വന്നത്. അപ്പൊ നമുക്ക് ചെയ്താൽ തന്നെയാണ് നമുക്ക് സ്ട്രെങ്തനിങ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചെയ്യുന്ന കറക്റ്റീവ് മെഷേഴ്സ് മുഴുവൻ എന്ന് വെച്ചാൽ സ്ട്രെങ്തനിങ് ചെയ്യാനാണ്. ലൈറ്റ് ആയിട്ട് മസിൽസിനെ സ്ട്രെങ്തനിങ് ചെയ്തെടുക്കുന്ന ഓരോ ഭാഗത്തിന്റെ മസിൽസിനെയും. ആൻഡ് ഫൈനലി നമ്മൾ ഫുൾ ആയിട്ടുള്ള ഒരു സ്പൈനൽ ഇതും ഒരു പ്രോട്ടോകോൾ പോലെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്. ആൻഡ് വലിയ വലിയ സാധനമൊക്കെ തന്ന ആരും വീട്ടിൽ ചെയ്യാൻ പോണില്ല. അപ്പൊ നമ്മൾ ആദ്യം ബുക്ക് എടുത്തിട്ട് ഈ ഒരു സാധനം ചെയ്യുക. അതായത് ഇപ്പൊ ഇതില് സഡൻ ലോസ് ഓഫ് ബ്ലാഡർ, അതായത് നമുക്ക് പെട്ടെന്ന് മൂത്രം ഒഴിക്കണം തോന്നുക, മോഷൻ പിടിച്ചു വെക്കാൻ പറ്റണില്ല, പിന്നെ നമ്മളുടെ ജനിറ്റൽ നമ്മുടെ ലൈംഗിക അവയവങ്ങളുടെ ഭാഗത്തൊക്കെ പെരുപ്പ് പോലെ വരിക, നമ്മുടെ തൊടയുടെ ഉൾവശത്ത് ഭയങ്കര പെരുപ്പ്, ഇങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് യെസ്, ഇല്ലാത്തവര് നോ. അതിട്. അപ്പൊ യെസ് എന്ന് പറയുന്നവരാണെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യണം. നാളെ ക്ലാസ്സിന്റെ മുമ്പായിട്ട് പകല് നോ. അപ്പൊ ആർക്കെങ്കിലും യെസ് ഉണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ അടുത്ത് പറയാം. അതൊരു അലാമിങ് സൈനാണ്. ഈ സൈൻ നിങ്ങൾ ആലോചിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് വരികയാണെങ്കിൽ, ഇക്വിന സിൻഡ്രോം എന്ന് പറയുന്ന നട്ടലിനെ തന്നെ ബാധിക്കുന്ന ഒരു പെട്ടെന്നുണ്ട്. എനിക്കിപ്പോ ഈ അടുത്ത് 2 കേസ് വന്നു അങ്ങനത്തെ. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അപ്പൊ പക്ഷെ സർജറിയാണ് യൂഷ്വലി പറയാം. പക്ഷെ എന്തോ ദൈവസഹായം കൊണ്ട് 2 പേരെ ക്ലിയർ ചെയ്യാൻ പറ്റി. 2 പേരും ഇപ്പൊ കുഴപ്പമില്ലാണ്ട് നടക്കണു. 2 പേരെ, ഒരാള് ഡെന്റൽ ഡോക്ടറാണ്, ഒരാള് ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലെ നഴ്സും ആയിരുന്നു.
രണ്ടുപേരെ ഇപ്പം ഞാൻ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് 1.5 മാസം കിടപ്പിലാണ് രണ്ടുപേരും വന്നത്. അതായത് മൂത്രം നിൽക്കാത്തൊരവസ്ഥ, അല്ലെങ്കിൽ മോഷൻ നിന്ന് പോവുക, അങ്ങനെയുണ്ട് ചിലവർക്ക്. പെട്ടെന്ന് നോർമലി ഇരിക്കണു, പെട്ടെന്ന് മോഷൻ നിന്നു, കാലിലേക്ക് തരിപ്പ് പെട്ടെന്ന് ഇറങ്ങി, ഒന്നും മോഷനൊന്നും പോയാൽ അവിടെ പോയി വരണം എന്ന് തോന്നും, പക്ഷെ അവിടെ പോയാൽ ഒന്നും വരില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുന്നൊക്കെ ഈ ഒരു കോഡായ്ക്കിന സിൻഡ്രോം എന്നൊക്കെ പറയുന്ന കണ്ടീഷനാണ്. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് കാലിലേക്ക് തരിപ്പ് വരിക, പെട്ടെന്ന് കാല് തരിപ്പാവുക, കാലില്ലാത്തൊരവസ്ഥ പെട്ടെന്ന് ഈ രാത്രി കിടക്കുമ്പോൾ വരുന്നൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. സഡൻ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ്, ഇഞ്ചുറി, കഴുത്തിനോ നടുവിനോ നല്ല ശക്തമായിട്ട് അടി വീണിട്ട് ഇഞ്ചുറി, ഫ്രാക്ചർ, ആക്സിഡന്റ് ഇതുള്ളവരാണെങ്കിൽ ഒന്ന് തന്നെ പേഴ്സണലി മെസ്സേജ് അയക്കാം. ഇനി നടുവേദനയുടെ കൂടെ പെട്ടെന്ന് വല്ല ഫീവർ ഒക്കെ ഇപ്പോൾ ഉണ്ടോ, പെട്ടെന്നൊരു വെയിറ്റ് ലോസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ജിജു കനകദാസൻ യെസ് പറഞ്ഞിട്ട് എന്നെ പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ദെൻ രാത്രിയിൽ വേദന ശക്താവുക, ഇനി കിടന്നിട്ടും വേദന മാറുന്നില്ല, എണീച്ചിട്ടും മാറുന്നില്ല എന്നുള്ള അവസ്ഥ, അങ്ങനെ വരുമ്പോൾ സിവിയർ ആയിട്ടുള്ള കണ്ടീഷൻ വരുന്നതാണ്. അങ്ങനെ അക്യൂട്ടാണ്, അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് ആർക്കും ഉണ്ടാവില്ല, ബട്ട് സ്റ്റിൽ റെഡ് ഫ്ലാഗ്സ്. ഇത് ശ്രദ്ധിക്കേണ്ട ആൾക്കാരെ പറ്റി മാത്രമാണ് ഞാൻ പറയണേ. പിന്നെ സ്പൈനൽ സർജറി ചെയ്തു, എന്നിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ മൂവ്മെന്റ്സ് ഒന്നും ചെയ്യരുത്, മൂവ്മെന്റ്സ് ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും ഇതിലുള്ള ഒരു മൂവ്മെന്റ്സും ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി എന്റെ അടുത്ത് ചോദിക്കുക. ഇതേ ഉള്ളൂ റെഡ് ഫ്ലാഗ്സ് എന്ന് പറയുന്നത്. വിഷ്ണു നെക്സ്റ്റ് സ്ലൈഡ് ഒന്ന് കാണിക്കും. ഇനി നമ്മളുടെ സ്പൈൻ ചക്ര സെൽഫ് അസസ്മെന്റ് ആണ്. ഇതിൽ സ്കോറിംഗ് കീ വരുന്നത് ഒന്നുമില്ല, പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ 0 ആണ്. നെവർ, ഒരിക്കലും അങ്ങനെ പ്രശ്നമില്ല. വല്ലപ്പോഴും എന്നുള്ളത് 1 മാർക്കാണ്. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറയുന്നത് 2 ആണ്. എപ്പോഴും ഉണ്ടെന്ന് പറയുന്നത് 3 മാർക്കാണ്. ഓക്കെ, 0 ആണ് നെവർ. അത് വീണ്ടും ആ ബോർഡിൽ മീൻസ് ആ കോളത്തിൽ വരുന്നുണ്ട് കേട്ടോ. അടുത്ത ഇതിലേക്ക് കാണിച്ചോളൂ. അപ്പൊ ഇതിൽ നോക്കിക്കോ, ലംബാർ സ്പൈനിൽ വരുമ്പോഴത്തേക്കും നമ്മളുടെ നടുവിന്റെ ലംബാർ എന്ന് പറയുന്ന ഏറ്റവും താഴെ നട്ടലിന്റെ ഏറ്റവും അടിഭാഗം വരുന്ന ഭാഗമാണ് നമ്മുടെ വളവ് വരുന്ന സാധനം. അത് എനിക്ക് എഴുതിയിടണ്ട കേട്ടോ, ഐ മീൻ ചാറ്റ് ചെയ്തിടണ്ട, നിങ്ങളുടെ കയ്യിൽ വെച്ചോളൂ. അതായത് ഒരു ബുക്കിൽ എഴുതി വെക്കുക. നട്ടലിന്റെ ഏറ്റവും അടിഭാഗം, ലോ ബാക്ക് എന്ന് പറയുന്ന ഭാഗം, നമുക്ക് മൂലാധാര സ്വാധിഷ്ഠാന ചക്രങ്ങൾ അറിയുന്നവർക്ക് അറിയാലോ, ആ ഒരു ഏരിയ, മൂലാധാരം സ്വാധിഷ്ഠാനം ഒക്കെ ബാധിച്ചിരിക്കുന്ന ഭാഗത്ത് ആ ഒരു ബോർഡിൽ ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത്. അതായത് 10 മിനിറ്റ് ഒക്കെ ആവുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ആണ്, നടുവിന് സ്റ്റിഫ്നെസ് ഉണ്ടാകാറുണ്ട്. 10 മിനിറ്റ് ആവുമ്പോഴത്തേക്കും, 10 മിനിറ്റിന്റെ മുകളിലേക്ക് ആവുമ്പോഴത്തേക്കും എനിക്ക് വരും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇല്ലാത്തവർക്ക് 0 എന്ന് മാർക്ക് ഇടാം, വല്ലപ്പോഴും ഒക്കെ വരുന്നവർക്ക് 1 മാർക്ക് ഇടാം. അടുത്തത് എന്താണ്, ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ഒരു 2 മാർക്ക് ഇടാം, എപ്പോഴും അങ്ങനെയാണെങ്കിൽ 3 മാർക്ക് ഇടാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ നടുവിന്റെ അവിടുന്ന് ആദ്യത്തെ 1ാമത്തെ ക്വസ്റ്റ്യന് 1 മാർക്കാണോ 2 മാർക്കാണോ 3 അങ്ങനെ എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എന്റെ നടുവശം എവിടെ ഇരുന്നാലും, നിലത്തിരുന്നാലും കസാരയിൽ ഇരുന്നാലും എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ്ലി ഒരു സാധനാമാർഗത്തിൽ ഇരിക്കുക എന്നുള്ളതല്ല, എവിടെ ഇരുന്നാലും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നിലത്തിരുന്നാലും അങ്ങനെയാണ്. ഇരിക്കുമ്പം നമ്മൾ ഇനി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു അൺസ്റ്റേബിൾ ആവുക, നമുക്കൊരു സപ്പോർട്ട് വേണം തോന്നുക. ഇനിയിപ്പോ നമ്മൾ ക്രോസ് ലെഗ്ഡ് ആയിട്ട് ചമ്രം പടിഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ അങ്ങനെയാണ്. വെൻ ഐ സിറ്റ് ക്രോസ് ലെഗ്ഡ് ഓർ ഓൺ ദ ഫ്ലോർ, നിലത്ത് ഇരിക്കുമ്പോൾ നമുക്ക് നടു വളഞ്ഞു വരുന്നുണ്ട്, നമുക്കൊരു സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് ചമ്രം പടിഞ്ഞിരിക്കുന്നവർക്കുള്ളതാണ്. വളഞ്ഞു പോകുന്ന പോലെ ആ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. ഒരിക്കലും ഇല്ലെങ്കിൽ 0, വല്ലപ്പോഴും ഉണ്ടെങ്കിൽ 1, അതല്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന 2, കൂടുതലായിട്ടാണെങ്കിൽ 3 ഇടുക. ഓക്കെ, ഈ സ്ലൈഡ്സ് ഷെയർ ചെയ്യാം കേട്ടോ, പിന്നെ വേണമെങ്കിൽ ഒന്ന് നോക്കിയാൽ മതി. അടുത്തത് നമ്മൾ നോട്ടീസ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കസാരയിൽ ഇരുന്നാലും നിലത്തിരുന്നാലും നമ്മളുടെ നടുവിൽ നിന്ന് കാലിലേക്ക്, ഹിപ്പിലേക്ക് ഒക്കെ എന്താണ് ഇക്കിളിയാക്കണ പോലെ വരിക, മരവിപ്പ് വരിക, വേദന അങ്ങനെ അടിച്ചിറങ്ങി വരിക. ഈ വേദന 0 ആണ്, എനിക്ക് അങ്ങനെ വരാറേ ഇല്ല. കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ 0, ഒരു ഇഷ്യൂ ഇല്ല. അതല്ല കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ഒരു 10 മിനിറ്റ് ഒക്കെ കഴിയുന്ന സമയമാണ് ഞാൻ ഈ പറയുന്നത്. 10 മിനിറ്റ് ഒക്കെ ഇരിക്കുമ്പോഴത്തേക്കും വരാൻ തുടങ്ങുന്നത്, 10-15 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ. അടുത്തത് ഇടയ്ക്കിടയ്ക്ക് വരും, എപ്പോഴും വരും എന്നുണ്ടെങ്കിൽ 3 ഇടുക. അപ്പൊ 0, 1, 2 എന്നുള്ള മാർക്ക് ഇടുക. 1, 2, 3 എന്നുള്ളത്. ഇത് ഒരിക്കലും റെഡ് ഫ്ലാഗുകളല്ല, ഇത് നിങ്ങളുടെ അസസ്മെന്റ് ആണ്. ഞാൻ റെഡ് ഫ്ലാഗ് ആദ്യമേ പറഞ്ഞു, ആ പ്രശ്നങ്ങളാണ് നമ്മൾ എന്താ പറയുന്നത് ഗുരുതരമായ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മളുടെ കണ്ടീഷൻസ് ആണ്, ഇതിനെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ചെയ്യാൻ പാടില്ല എന്നോ അങ്ങനെയല്ല, നിങ്ങളുടെ കണ്ടീഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അടുത്തത് നമ്മുടെ ഏറ്റവും താഴത്തെ ഭാഗം കഴിഞ്ഞു, അതിന്റെ കുറച്ച് മുകളിലുള്ള ഭാഗം നോക്കുക. മണിപ്പൂര ചക്രം വരുന്ന ഭാഗം, മണിപ്പൂരം നമ്മുടെ പൊക്കിളിന്റെ ആ ബാക്ക് സൈഡിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് വരുന്ന ആ മിഡ് ബാക്കിനെ എടുക്കുക. ലോവർ തൊറാസിക് എന്ന് പറയുന്ന ഭാഗമാണ്.
ആ ഭാഗത്തില് നമ്മൾ ആദ്യം നേരത്തെ തന്നെ ബ്രീത്ത് ഒക്കെ ഒന്ന് നമ്മളെ ശ്വാസം എങ്ങനെയാന്നൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞില്ലേ. നമ്മളുടെ ശ്വാസം നമ്മൾ യൂഷ്വലി എടുക്കുമ്പോൾ നമുക്ക് വയറിന്റെ അവിടം വരെ ശ്വാസം എത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതിലൊരു, നമ്മൾ അല്ലെങ്കിൽ ആലോചിച്ചിട്ട് നാളെ ചെയ്താലും മതി. ആ ഒരു ഇത് ഈ സ്ലൈഡ് ഷെയർ ചെയ്യാം. എഗെയിൻ നമ്മളൊന്ന് നോക്കുക. നമുക്ക് ഒരിക്കലും എത്തുന്നില്ല. ഇവിടെ വരുമ്പോഴത്തേക്ക് നെവർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡസ് നോട്ട് റീച്ച് മൈ റിബ്സ് ഓർ ബെല്ലി എന്ന് പറയുന്നത് അവിടെ 0, 1, 2, 3 നേരെ ഓപ്പോസിറ്റ് ആണ് മാർക്ക് വരിക. ഒരിക്കലും വരുന്നില്ലെങ്കിൽ 0 ആണ്. അപ്പൊ അത് പ്രശ്നമാണ്. ഐ മീൻ വയറിലേക്ക് എത്തുന്നില്ല പറയുന്നത്. ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, എപ്പോഴും വരുന്നുണ്ട്. അതാണ് ആ മാർക്ക് ഇടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര എനർജി കുറവാണ്, ഒരു ഹെവിനെസ് ആണ്, ശരീരത്തിനൊക്കെ ഒരു കനം പിടിച്ചൊരവസ്ഥയാണ്, ഉറക്കം വന്നുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അപ്പം നമ്മളുടെ സാധന മെഡിറ്റേഷൻ പ്രാക്ടീസ് അല്ലെങ്കിൽ നമ്മുടെ സാധന കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുമ്പോഴേ എന്റെ അവസ്ഥ എങ്ങനെയാണ്. അപ്പൊ അതിന് എപ്പോഴും അങ്ങനെയാണ്. ആ നെവർ റയർലി അത് മനസ്സിലാവാത്തവരില്ല എന്ന് വിചാരിക്കുന്നു ആ മാർക്ക് ഇടുന്നത് കേട്ടോ. ഇനി കുറച്ചു നേരം മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു. മെയിൻ ആയിട്ട് ഇപ്പൊ ഇതിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുക്കുവാണെങ്കിൽ, നമ്മൾ നിലത്തിരിക്കുന്നവരാണെങ്കിൽ അതിനെ വെച്ച് നോക്കുക. നിലത്തിരിക്കാൻ പറ്റാതെ മുകളിലിരിക്കുന്നവരുണ്ടാവുമല്ലോ, കസാരയിലിരിക്കുന്നവർ. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഒരു മിഡ് ബാക്കിൽ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു ഹെവിനെസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 3 ഇവിടെ കിട്ടുന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നല്ല പ്രശ്നമുണ്ട്. അതിന്റെ അർത്ഥം തൊട്ട് താഴെ നടുവിനും ആക്ച്വലി പ്രശ്നമുള്ളതുകൊണ്ടാണ് അവിടെ നിങ്ങൾക്ക് 3 കിട്ടിയത്. ഇപ്പൊ 3 എന്ന് ഒരാൾ പറഞ്ഞുകൊണ്ട് രാജശ്രീ ചേച്ചിയാണ് തോന്നിട്ടത്. അപ്പം മിഡ് ബാക്ക് കഴിഞ്ഞു. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. ഇനി അപ്പർ ബാക്ക്, ഇത് നമ്മുടെ തൊറാസിക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, നമ്മുടെ കഴുത്തിന്റെ തൊട്ട് താഴെ വരുന്ന നമ്മളുടെ ഷോൾഡറിന്റെ എല്ലൊക്കെ വരുന്ന ഭാഗം. അവിടെ എങ്ങനെയാണ് നമ്മളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഷോൾഡർ ഇങ്ങനെ വളഞ്ഞ് മുന്നിലേക്ക് ഇങ്ങനെയാണോ നമ്മൾ ഇരിക്കുന്നത്. കഴുത്തിന്റെ അവിടെ നിന്ന് ഒരു വളവുണ്ട്. പലർക്കും ഇങ്ങനെ ഒരു വളവുണ്ടാവും. ഈ പുറം വളർന്ന് കുഞ്ഞിക്കൂന്നനെ പോലെ ആവില്ല, ചെറിയൊരു വളവ്. എന്നിട്ട് അവിടെ ടൈറ്റ് ആയിട്ടുണ്ടാവുക. നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ സാധന ചെയ്യാൻ എങ്ങനെ ഇരുന്നാലും നമുക്ക് അവിടെ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ടോ? ഇല്ല. വല്ലപ്പോഴും, ഇടയ്ക്കിടയ്ക്ക്, എപ്പോഴും ഈ രീതിയിൽ മാർക്ക് ഇടുക. 0, 1, 2, 3 അതിൽ ഏതാണോ നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആവുന്ന ആ മാർക്ക് ഇടുക. അടുത്തത് ഫുൾ ബ്രീത്ത് എടുക്കാനേ പറ്റുന്നില്ല. ശ്വാസത്തിൽ ഇപ്പൊ നിങ്ങൾ പ്രാണായാമം ഒക്കെ ചെയ്യാൻ ബ്രീത്ത് കുറച്ച് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആകെ ഫിറ്റ് ആയതുപോലെ തോന്നും, ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക. ഫുൾ ബ്രീത്ത് എടുക്കാനേ പറ്റണില്ല. ഒരിക്കലും എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ 0, ഇടയ്ക്കൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ ഫുൾ ഡീപ്പ് ബ്രെത്ത് എടുക്കാൻ ഭയങ്കര ഹാർഡാണ് എന്ന് പറയുമ്പോൾ നെവർ, അങ്ങനെ ഒരു പ്രശ്നമില്ല. സോറി, ഇങ്ങനെ അതായത് നമുക്ക് ബ്രീത്ത് എടുക്കാനേ പറ്റുന്നില്ല ശരിക്കും നല്ല ഫുൾ രീതിയിൽ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ നെവർ. ഇടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്, വല്ലപ്പോഴും ഉണ്ടാവുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്, എപ്പോഴും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 0, 1, 2, 3 എന്നുള്ള ഗ്രേഡിൽ ഇട്ട് വെക്കുക. ഓക്കെ. ഇനി ഒരു ബുക്കിൽ എഴുതി വെച്ചാൽ നല്ലത് കേട്ടോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഈ സ്ലൈഡും തരാം. അപ്പൊ പിന്നെയും നമുക്ക് കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്ലൈഡ് എടുത്തൊന്ന് നോക്കാം എനിക്ക് ഇപ്പൊ എങ്ങനെയാണ്. ഇതൊന്ന് നോട്ട് പോലെ നാളെയോ മറ്റോ സമയം ഉണ്ടെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. ഈ ഒരു സാധനം സ്ലൈഡിൽ നിന്ന് എടുത്താൽ മതി. ഇമോഷണലി നമ്മുടെ ഒരു നമുക്കൊരു ഇമോഷൻ വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് ആകെ ഒരു ഹെവിനെസ്, ഒരു ഡൾ ഫീലിംഗ് ആണ്. റെസ്റ്റ്, ഒന്നിനോടൊരു ഓപ്പൺനെസ് ഇല്ലാത്തൊരവസ്ഥ. നമ്മൾ പ്രാക്ടീസും ഇതൊക്കെ ചെയ്യുമ്പം നമുക്ക് ആകെ ഒരു എഫേർട്ടോടുകൂടി നമ്മളിങ്ങനെ ഭയങ്കര ഒരു ശക്തി കൊടുത്ത് ഒരു എഫർട്ട് കൊടുത്തിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ടൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതും അങ്ങനെയില്ല. ഓക്കെ ആണെങ്കിൽ 0, ഇടയ്ക്ക് ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഉണ്ടെങ്കിൽ 1, ഇടയ്ക്കിടയ്ക്ക് വരേണ്ട 2, എപ്പോഴും ഉണ്ടെങ്കിൽ 3 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതാണ് ആ അപ്പർ ബാക്ക്. ഇനി നെക്സ്റ്റ് സോൺ, സി സോൺ കഴിഞ്ഞ് അടുത്ത ഡി സോൺ. വിഷ്ണു നെക്സ്റ്റ് സ്ലൈഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡിൽ കഴുത്താണ്. ഇതൊന്നും കൂടെ സ്ലൈഡ് ഞാൻ തരൂട്ടോ, അതുകൊണ്ടാണ് ഓടിച്ചു വിടണം, നമുക്ക് സമയമില്ലല്ലോ. കഴുത്തിന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, കഴുത്തിന് നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കും കഴുത്തിന് തലവേദന, അതായത് എസ്പെഷ്യലി തലയുടെ കഴുത്തിന്റെ ബാക്കിൽ നിന്ന് തലയുടെ ഇങ്ങോട്ടേക്ക് വേദന വരിക, ഇങ്ങനെ ഞെങ്ങണ പോലത്തെ ഒരു അവസ്ഥ വരിക. കുറച്ചേരം സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ ആയിക്കോട്ടെ, ജപിക്കാനിരുന്നോട്ടെ, അപ്പോഴൊക്കെ നമുക്ക് കഴുത്തിന് വേദന വരിക. സ്റ്റിഫ്നെസ് ഉണ്ടാവുക, ഈ 2 സൈഡ് ഭയങ്കര സ്റ്റിഫ് ആവുക. നമുക്ക് ഇങ്ങനെ ഞെക്കുമ്പോഴൊക്കെ ഇവിടെ നല്ല ആരെങ്കിലും ഒന്ന് ഇവിടെ ഇങ്ങനെ ഞെക്കി തന്ന് മസാജ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ വരിക. അതാണെങ്കിലും ഇതുപോലെ. ഒരിക്കലും അങ്ങനത്തെ പ്രശ്നം ഇല്ലെങ്കിൽ 0, നെക്സ്റ്റ് 1, then 2, then 3. ഇനി അടുത്തൊരു സാധനം നോക്കേണ്ടത് നമ്മളുടെ ചിഹ്നം ഇങ്ങനെ മുന്നിലേക്ക് തള്ളിയിട്ടാണ്, ഇങ്ങനെ പലരും ഉണ്ട് ചിഹ്നം ഇങ്ങനെ മുന്നോട്ട് തള്ളിയിട്ടാണ് നടക്കുക തന്നെ. കണ്ടിട്ടുണ്ടാവൂലേ കുറെ പേരെ കഴുത്തിന്റെ ഇവിടുന്ന് എന്റെ കഴുത്ത് ഞാൻ ചെരിഞ്ഞിരുന്നു കാണിച്ചത്. ഇതുണ്ട്, ഇങ്ങനെ തള്ളിയിട്ട പലരും ചിലരുടെ ഉണ്ടാവുക. ഇങ്ങനെ ഇരിക്കേണ്ട കഴുത്ത് ഇങ്ങനെയാണ്, അത്രയും തള്ളിയിട്ടുണ്ടാവും. അപ്പോ
അത് മുന്നിലേക്കാണ് ഇരിക്കുന്നത്. നമുക്ക് അതായത് നമ്മൾ എപ്പോഴാണെന്നറിയോ, അതായത് നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്ത് വരുമ്പോൾ കഴുത്ത് മുന്നോട്ട് തള്ളിപ്പോവുക, അതായത് താടി മുന്നോട്ട് ഇങ്ങനെ ആയി പോവുക. അതാണ് നടക്കുന്നത് പോലെ പോകുന്നത് പോലെയല്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും കഴുത്ത് തള്ളി മുന്നോട്ട് വരണ പോലെ വരുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളുടെ തൊണ്ടേന്റെ ഭാഗത്തൊരു ടൈറ്റ്നെസ്, ശബ്ദം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടയേർഡായി പോകുന്ന പോലെ, അതായത് വിശുദ്ധി ചക്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് നമുക്കൊരു സൗണ്ടിന് എപ്പോഴും ഒരു ബുദ്ധിമുട്ട് വരിക, ഒരു ടയേർഡ്നെസ് വരിക. നമ്മളിങ്ങനെ ജപിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശബ്ദമൊക്കെ കുറഞ്ഞു പോവുക, ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആവുക, ആകെ ഒരു വല്ലാത്തൊരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ് വരുന്ന ഒക്കെ കഴുത്തിന്റെ പ്രശ്നം വരുമ്പോഴാണ്. അപ്പൊ അത് മാർക്ക് ചെയ്തിടുക. ഓക്കെ ഡൺ. ഇനി നെക്സ്റ്റ് സ്ലൈഡ്. ഇനി ബേസ് ഓഫ് ദ സ്കൾ. നമ്മൾ ഇപ്പൊ കുറെ സ്റ്റഡീസ് ഉണ്ട്. നമ്മളുടെ ഈ തലയുടെ ബാക്കിൽ ഇവിടെ ഒരു കുഴി വരുന്നില്ലേ, അതിന്റെ തൊട്ടവിടെ നിന്നാണ് കഴുത്തിന്റെ എല്ലുകൾ തുടങ്ങുന്നത്. ആ തുടങ്ങുന്നിടത്തുള്ള എല്ലിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ട്. നമ്മളെ തലേനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്ന എല്ലുകളാണ് രണ്ടെണ്ണം. അറ്റ്ലസ് ആൻഡ് ആക്സിസ് എന്ന് പറയുന്ന രണ്ട് എല്ലുകളുണ്ട് കഴുത്തിന്റെ അവിടെ. അപ്പം നമ്മളെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ, തലേനെ റൊട്ടേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനൊക്കെ അതൊരു ആക്ഷൻ കൊടുക്കുന്ന എല്ലുകളാണ്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മളൊരു ആജ്ഞ സഹസ്രാര ചക്ര എന്നൊക്കെ പറയുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ തലയുടെ അടിവശത്ത് ഒരു വല്ലാത്ത ഹെവിനെസ് വരിക ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കണ്ണിന് അകത്തന്നെ ഒരു സ്ട്രെയിൻ വരിക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തേക്കാണ് കുറച്ച് നമുക്ക് ഇഷ്യൂസ് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആൻഡ് വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചു നേരം നമ്മൾ ജപിക്കാനിരുന്നു, മെഡിറ്റേഷൻ ചെയ്യാനിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനിരുന്നു, പക്ഷെ മൈൻഡ് ഭയങ്കര തല ഫോഗി ആവുക എന്ന് പറയില്ലേ, എല്ലാം മൂടൽ മഞ്ഞ് പോലെ മൂടിയ ഒരു അവസ്ഥ, ബ്രെയിൻ ഫോഗ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുക, പെട്ടെന്ന് തന്നെ ആകെ ഇറിറ്റേറ്റഡ് ആവുക, സെറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് സ്ട്രഗിൾ ചെയ്യുക. ഇങ്ങനത്തെ അവസ്ഥയൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ബ്ലോക്കേജ് അല്ലെങ്കിൽ അവിടുത്തെ ഇഷ്യൂസ് ആണ് അത് കാണിക്കുന്നത്. ആൻഡ് നമുക്ക് ഹെഡേക്ക് വരുന്നു, തലയുടെ ബാക്കിൽ ഹെഡേക്ക് വരുന്നു, കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ബാക്കോട്ടും ഹെഡേക്ക് വരുന്നു. നമുക്ക് ഏകദേശം ഈ ഭാഗത്താണ് ആ ഇഷ്യൂസ് നിൽക്കുന്നത്. അപ്പൊ അത് വരണ്ടെച്ചാൽ അതും ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇതൊന്ന് നോട്ട് ചെയ്തോ, സ്ലൈഡ് തരാം കേട്ടോ. സോൺ എ എടുക്കുമ്പോഴത്തേക്കും പിന്നെ എന്താ പറയണ, ലെംബാർ സ്പൈനില് മൂലാധാര ഇതൊക്കെയാണ്. അപ്പൊ ആ ബോക്സിൽ നിങ്ങളുടെ സ്കോർ എയിൽ നിങ്ങൾക്ക് ആ എല്ലാ സ്കോറും ഔട്ട് ഓഫ് 9 ആണ് വരിക. 3 ക്വസ്റ്റ്യനിലല്ലേ മാർക്ക് വരുന്നത്, മറ്റേ ആദ്യത്തെ 0 ആണല്ലോ. അപ്പൊ 1 ഔട്ട് ഓഫ് 3, 2 ഔട്ട് ഓഫ് 3, 3 ഔട്ട് ഓഫ് 3 എന്നുള്ള രീതിയിൽ ടോട്ടൽ മാർക്സ് 9ലാണ് വരിക. അപ്പൊ ആ 9ൽ ഓരോന്നിന്റെയും മാർക്ക് നിങ്ങൾ കൂട്ടിയിട്ടൊന്ന് എഴുതുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടെന്ന് അറിയാനായിട്ട് അടുത്ത സ്ലൈഡ് കാണാം. ഇത് നിങ്ങൾ കൂട്ടി എഴുതിയാൽ മതി, വലിയ പ്രയാസമില്ലല്ലോ. 9ൽ എത്ര മാർക്ക്, അതാണ് നോക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കോ. ഇനി എയും ബിയും സിയും നിങ്ങൾക്ക് 5 സോണാണ് ആദ്യമേ ഞാൻ തന്നത് അല്ലേ. 5 സോണ് 45ൽ നിന്നുള്ള നിങ്ങളുടെ മാർക്ക് എടുക്കുക. ഈച്ച് സോണിന് എടുത്തു കഴിഞ്ഞാൽ 9ൽ 2 വരെ ഉള്ളൂ നിങ്ങൾക്ക് ഒരു സോണിൽ. അതായത് നിങ്ങൾ ആദ്യം നട്ടലിന്റെ നടുവശത്തിനെ എടുത്തു, ആ ഭാഗത്ത് നമ്മൾ 2-3 ക്വസ്റ്റ്യൻ ചെയ്തു. ആ ക്വസ്റ്റ്യനിൽ നമുക്ക് 2 മാർക്സ് ആണ് ആവറേജ് ആയിട്ട് കിട്ടണതെങ്കിൽ എന്താ പറയുക, ചെക്ക് പോയിന്റ് നോക്കുക. അവിടെ ഒരു പ്രിവെൻഷൻ മാത്രം മതി അവിടെ. അതായത് നമുക്ക് അതൊന്നും വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ചും കൂടെ കൂടുതൽ പോയിന്റ്സ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത് കൂടുതലായിട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത് മോശമാവുന്നതിന്റെ മുമ്പ് തന്നെ കറക്ഷൻ ചെയ്തു കൊടുക്കുക. പക്ഷെ ആ 9ലോട്ട് അടുത്ത മാർക്കാണ് ടോട്ടലായിട്ട് എല്ലാത്തിലും വരുന്നതെങ്കിൽ നല്ല ബ്ലോക്കേജ് അവിടെ ഉണ്ട്, നല്ല ഇഷ്യൂ ഉണ്ട്. നിങ്ങളുടെ സിറ്റിംഗ് പ്രാക്ടീസിനെ അത് ബ്ലോക്ക് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ സ്ലൈഡ്സ് ഒന്നുകൂടെ വീട്ടിൽ ഇരുന്ന് നോക്കിയാൽ മതി. ഗ്രൂപ്പിൽ തന്നെ അവര് തഥാഗത ഷെയർ ചെയ്യൂ കേട്ടോ. അപ്പൊ ഇതിൽ കണ്ടോ, അതിൽ 0 to 9 മിനിമം സ്ട്രെയിൻ ആണ്, ഗുഡ് പൊസിഷൻ, അതായത് വലിയ പ്രശ്നമില്ല. അങ്ങനെ 10 to 12 ഇപ്പൊ കംപ്ലീറ്റ്ലി 45ൽ നമ്മൾ ടോട്ടൽ സ്കോർ എടുത്തു കഴിഞ്ഞാൽ 0 to 9 ആണെങ്കിലും വലിയ പൊസിഷനൊക്കെ കുഴപ്പമില്ല. നമ്മൾ പ്രിവെന്റ് ചെയ്യാനുള്ള ഹാബിറ്റ്സ് പഠിച്ചിട്ട്, ഇപ്പൊ ഈ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ വരുന്ന ഹാബിറ്റ്സ് ഒക്കെ പഠിച്ചിട്ട് പ്രിവെൻഷൻ ചെയ്ത് പോവാം. വലിയ സിമ്പിൾ ആയിട്ടുള്ള ഡെയിലി ഒരു ഇത്തിരി സമയം മാറ്റി വെക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസം മാറ്റി വെക്കുക. നെക്സ്റ്റ് 10 to 22 വരുമ്പോഴത്തേക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കറക്റ്റ് ചെയ്യുക. അപ്പം അടുത്ത ദിവസം ഞാൻ ഗൈഡഡ് ആയിട്ടുള്ള ഓരോ കറക്ഷൻസ് പറഞ്ഞു തരുന്നത് കറക്റ്റ് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് മൾട്ടിപ്പിൾ സോൺസിൽ ഈ പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സാധനേനെ അത് ഭയങ്കരമായിട്ട് ലിമിറ്റ് ചെയ്യും. നിങ്ങൾ റീജൻ ബൈ റീജനിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ വെറും ഒരു നിങ്ങൾ വീട്ടിൽ നിന്നുള്ള ഹെൽപ്പിനെക്കാളും നിങ്ങൾക്ക് ഒരുപാട് ഇത് വേണ്ടി വരും എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത്. സാധനേനെ ഒരുപാട് എഫക്ട് ചെയ്യും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ എന്തെങ്കിലും സ്പൈനിനെ ഹെൽപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. സെൽഫ് അസസ്മെന്റ് ആണ്. നെക്സ്റ്റ് സ്ലൈഡ് ഏതാ?
ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മളുടെ അടുത്ത ദിവസത്തേക്കുള്ള ജേർണിയാണ്, അതിനെപ്പറ്റി ഞാൻ പറയാം. അത് താഴേക്ക് വന്നോട്ടെ വിഷ്ണു. നമ്മൾ ഒരു 5 സോണിലേക്കായിട്ടാണ് നമ്മൾ 5 to 7 ഡേയ്സിൽ കൂടെ നമ്മളത് തീർക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ ദിവസവും നമുക്ക് അവയർനെസ് എന്തൊക്കെയാണ് നമ്മളുടെ അവസ്ഥകൾ എന്ന് മനസ്സിലാക്കുക, അതിന്റെ കറക്ഷൻ ചെയ്യുക, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിൽ ഈ സെഷനിൽ കൂടിയൊക്കെ പറയും. ഏതൊക്കെ ഭാഗം പറയണം എന്നുള്ളത് പറയാം. നെക്സ്റ്റ്, ജസ്റ്റ് ഇത് ഞാൻ പോകുന്ന ഒരു സ്ഥലത്തിന്റെ ഫോട്ടോയാണ്, വെറുതെ എടുത്തിട്ടതാണ്. ഞാൻ മരുത്വമലയിൽ പോകും, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അവിടുത്തെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഇട്ടതാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു ബാക്കിന്റെ ഇഷ്യൂസ്, ഡിസ്കംഫോർട്ട്, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ ഇന്നർ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോ ലാസ്റ്റ് ഇനിയിപ്പോ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഇപ്പൊ നിങ്ങൾ സോൺ ഓരോരുത്തരായിട്ട് സോണിനെ കറക്റ്റ് ചെയ്ത് വന്നു അല്ലെ, ഓരോ മാർക്ക് ഇട്ടു. ഏത് സോണാണ് ശരിക്കും നിങ്ങൾക്ക് നല്ല പ്രശ്നം ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം. ഓക്കെ, കണക്ഷൻ പെട്ടെന്ന് പോയി. അപ്പോ എന്താ പറയുക, ഒന്ന് ജസ്റ്റ് എല്ലാരും ഒന്ന് നോട്ട്, ഏത് സൈഡാണ്, ഏത് സോണാണ്, ABCD അങ്ങനെ സോൺ ഇട്ടില്ലേ? അതായത് ലോ ബാക്കിനാണോ, മിഡ് ബാക്കിനാണോ, അപ്പർ ബാക്ക് ആണോ, കഴുത്താണോ, തലയുടെ കള്ളിന്റെ ഭാഗത്താണോ, ലാസ്റ്റ് ഡി, സോൺ B&D, ഇങ്ങനെ 1 2 3 പേരൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. എവിടെയാണ് കൂടുതൽ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അതോ ആർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ? ഒരു ഇഷ്യൂ ഇല്ലാത്തവരുണ്ടാകാം ഇതിനകത്ത്, നൺ, എല്ലാം ഓക്കെ ആയിരുന്നു എന്ന് പറയുന്നവരുണ്ടാകാം. യാ, കണ്ടോ? ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഓരോ ഭാഗം കിട്ടിയിട്ടുണ്ട്. നമ്മൾ തന്നെ ചിലപ്പം അറിയുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ശരിക്കും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക എവിടെയൊക്കെ എനിക്ക് പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഇനി ഇത് ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ ഇരിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് പറഞ്ഞേട്ടോ. ഇനി അടുത്ത ഭാഗമാണ് നമ്മൾ കാലിലേക്ക് ഈ തരിപ്പ് പോലെ വരുന്നു, പെരുപ്പ് പോലെ വരുന്നു, കാലിന്റെ അടിയിൽ ടിംഗ്ലിംഗ് സെൻസേഷൻ വരുന്നു, പുകച്ചില് വരുന്നു, കൈ മുഴുവൻ കഴയ്ക്കുന്നു, കൈയിന്റെ അറ്റം മുഴുവൻ പെരുക്കുന്നു, ഈ 3 വിരല് പെരുക്കുന്നു, ഈ 3 വിരല് പെരുക്കുന്നു, നടുവിരല് മാത്രം പെരുക്കുന്നു, ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ വരും. അതൊക്കെ പല രീതിയിലുള്ള കംപ്രഷൻ കൊണ്ടാണ്. പിന്നെ ഈ നെഞ്ചിന്റെ അടിവശത്ത് ഭയങ്കരമായ വേദന വരുന്നു, പുറത്തുനിന്ന് നെഞ്ചിന്റെ അടിവശത്ത് മാത്രം വേദന വരിക, നമ്മളുടെ പുറം നമുക്ക് ഒരു രക്ഷയില്ലാതെ പുറത്തിന്റെ നടുവശം എപ്പോഴും കഴച്ചുകൊണ്ടിരിക്കുക, ശ്വാസം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരിക, ഇങ്ങനെയുള്ള പല പല അസുഖങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാനൊരു പോസ്റ്റർ വെച്ചിട്ടാണ് ഇത്രയും അസസ്മെന്റ് പറഞ്ഞത് കേട്ടോ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോയിട്ടില്ല, കാരണം ഒരു മെഡിക്കൽ ഒരു ക്ലാസ് അല്ലാത്തത് കൊണ്ട്. സോ നമ്മൾ ഇവിടെ നോക്കേണ്ടത് വെച്ച് കഴിഞ്ഞാല്, നിങ്ങളുടെ സ്പൈൻ ഇപ്പൊ പലപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഔട്ട് ഓഫ് അലൈൻമെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നതും ഈ സ്റ്റിഫ്നെസ് വരുന്നതും ഒക്കെ. അപ്പോ എന്താ പറയണേ, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളുടെ ഇമോഷൻസ് കുറെ കൂടെ നമുക്ക് ഇംബാലൻസ്ഡ് ആയി പോകും. നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസ്, നമ്മളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഇംബാലൻസ്ഡ് ആവും. ഇതൊന്നും നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും ഒരു പ്രോപ്പർ വേയിലേക്ക് വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന ട്രീറ്റ്മെന്റിന് എൻ്റെ അടുത്ത് വരുന്ന ആൾക്കാരുടെ അടുത്തും ഞാൻ പറയും, സ്പൈൻ കറക്ഷൻസ് ഒക്കെ ചെയ്ത്, അതായത് ഇവിടുന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് സ്പൈൻ കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ ചില കാര്യങ്ങൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യണം. അതൊക്കെ പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്തില്ല അതോടുകൂടി എല്ലാം ശരിയായി എന്ന് ചിന്തിക്കരുത്. ആ കറക്ഷനോട് കൂടി നിങ്ങളെ തന്നെ ബാലൻസ് ചെയ്ത് പോകണം എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരും അത് കേൾക്കാറില്ല. കേൾക്കുന്നവര് പിന്നെ ഒരു 5-6 വർഷത്തേക്ക് ഇങ്ങോട്ട് വരാറില്ല. പിന്നെ 5-6 വർഷം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊക്കെയാണ് വരിക. കേൾക്കാത്തവർ ഇടക്കിടക്ക് എന്നെ കാണാൻ വരും. എന്നോട് വളരെ സ്നേഹമുള്ളവരാണ് അങ്ങനെ കേൾക്കാതെ പോകുന്ന ആൾക്കാരെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പോ നമ്മളിപ്പോ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ സ്പൈനിന് ഇഷ്യൂസ് വരുന്നത്? ഒരു ഹിഡൻ, നമ്മൾ അറിയാത്ത കുറെ ശത്രുക്കളുണ്ട് സ്പൈനിന്. നമ്മൾ വേണേ പറയും എന്താണ്, പ്രായം കൂടി, എന്റെ പ്രായം കൂടി, അപ്പൊ സ്വാഭാവികമാണ് എനിക്ക് വേദന. വേറൊന്നും എന്താ പറയാ, ഞാൻ കിടക്കുന്ന കട്ടില് ശരിയല്ല, അല്ലെങ്കിൽ ഞാൻ ദിവസവും ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പല കുറ്റങ്ങളും നമ്മൾ പറയും. പക്ഷെ എക്സാക്ട്ലി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന മിസ്അലൈൻമെന്റ്സ് ഉണ്ടായി ആലോചിക്കുക. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇതാരും ഇന്നലെ, ഞാൻ കഴിഞ്ഞ 1 മാസമായിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ടെന്ന് പറയും ചിലര് വന്നിട്ട്. ഈ 1 മാസം കൊണ്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളല്ല ഇതൊന്നും. 10 ദിവസം കൊണ്ടാകാം. 10 ദിവസം കൊണ്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വല്ല പ്രശ്നം ഉണ്ടാക്കിയിരിക്കണം. പക്ഷെ ഇത് എപ്പോഴും പെട്ടെന്ന് ഉണ്ടായതിനെക്കാളും എന്താ പറയണേ, നമ്മളുടെ വർഷങ്ങളായിട്ടുള്ള,
നമ്മളുടെ കഴിഞ്ഞ 40 വർഷത്തെ നമ്മളുടെ ജീവിത രീതി ആയിരിക്കാം, അല്ലെങ്കിൽ 50 വർഷത്തെ ജീവിത രീതി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ 20 വർഷത്തെ ജീവിത രീതി ആയിരിക്കാം, നമ്മുടെ ജോലിയുടെ ഒരു രീതികൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന നമ്മളുടെ ചര്യകൾ കൊണ്ടായിരിക്കാം. ഇതൊക്കെയാണ് നമ്മളെ എന്താക്കുന്നത്, ഈ സ്പൈനിനെ ഇത്രയും പെയിൻഫുൾ, വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഈ ചെറിയ ചെറിയ ഹാബിറ്റുകൾ നമ്മൾ ദിവസവും ചെയ്യും. നമ്മുടെ ചില ഹാബിറ്റുകൾ നമ്മുടെ ശീലങ്ങളാണ് അല്ലെ, ആ ശീലങ്ങൾ നമ്മൾ ദിവസവും ദിവസവും ചെയ്ത് എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടി കൂടി വലിയ പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നു. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ എന്താ പറയുക, എപ്പോഴും ഇരിക്കുക, അനക്കമില്ല. എത്ര മണിക്കൂർ ഇരിക്കും ഓഫീസ് വർക്ക്. ഞാൻ ഈ അടുത്തൊരു പേഷ്യന്റ് ബാംഗ്ലൂരിൽ വന്നപ്പം അവർ ഒരു ദിവസം വർഷങ്ങളായിട്ട് ഏകദേശം 17 മണിക്കൂർ ഇരിക്കും പോലും. ഇടയ്ക്ക് കാപ്പി കുടിക്കും, വന്ന് അതുപോലെ ഇരിക്കും, വേറെ ഒന്നും ചെയ്യില്ല. അപ്പൊ സംഭവം സ്ട്രോക്ക് പോലെ, ഒരു പാൾസി പോലെ അങ്ങനത്തെ കേസുകളൊക്കെ വന്നിട്ടാണ് പിന്നെ ഇരിക്കുന്നത്. അപ്പം വേറൊരു പയ്യൻ ഈ അടുത്ത് ട്രിവാൻഡ്രത്ത് വന്നത് ഇതുപോലത്തെ ഇഷ്യൂസിനാണ്. കാരണം അത് കഴുത്തിന്റെയും തലയുടെയും ഒക്കെ പ്രശ്നമായിട്ട് വരുന്നതാണ്. പക്ഷെ രാവിലെ ഇരിക്കുകയാണ്. അതായത് ഞാൻ ഇനി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ടും കാര്യമില്ല. പുള്ളിയുടെ റുട്ടീൻ എന്താണ്, നെക്സ്റ്റ് ഡേ അഗെയിൻ രാവിലെ പോയിട്ട് ഇരിക്കും, 12 മണി വരെ ഇരിക്കും. ഇതിന്റെ ഇടയ്ക്ക് ഫുഡ് മേശപ്പുറത്ത് കൊണ്ടുപോയിക്കും, അവിടുന്ന് എന്തെങ്കിലും എടുത്ത് കഴിക്കും, വീണ്ടും ഇരുത്തം. വാഷ്റൂമിൽ പോലും പോകാനായിട്ട് അധികം എണീറ്റ് പോകില്ല. കാരണം അമേരിക്കൻ ടൈം, നോർവേ ടൈം, മറ്റേ ടൈം, ഈ ടൈം, UK ടൈം, ഇതൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയുക, ഒരു ദിവസം നമ്മൾ 8 മണിക്കൂർ എന്നൊക്കെ പറയുന്ന സിസ്റ്റം ഒന്നും ആ ഒരു വേൾഡിലേ ഇല്ല. ഇനി TV, കണ്ടിന്യൂസ് TV കാണുക, സീരീസ് ഒക്കെ കാണാനിരിക്കുമ്പോൾ മണിക്കൂറുകൾ ഒറ്റയടിക്ക് ഇരിക്കുക, അനങ്ങൂല അവിടുന്ന്. എല്ലാം തിന്നാനും കുടിക്കാനൊക്കെ കൊണ്ടുവന്ന് വെക്കുക, അതിന്റെ മുന്നിലിരിക്കും. ഇനി വേറൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ സാധന ചെയ്യുമ്പോൾ പ്രിപ്പറേഷൻ ഇല്ലാണ്ടിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ സാധന ചെയ്യണം. അത് ഞാൻ ഒരു ലാസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെഡിറ്റേഷൻ ചെയ്യണ സമയത്ത് ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് ഒരു ഇരിപ്പിരിക്കുക. ഇത് ഇങ്ങനെ ഇരുന്നാലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരിപ്പിരിക്കുക. അത് വീണ്ടും ആഡിങ് ഓൺ പ്രശ്നം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോൺ നോക്കുന്നത്, എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് എന്താ, ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാം. നമുക്ക് ചില എല്ലാം വന്ന് പ്രശ്നമായതിനു ശേഷം അതിലേക്ക് കടക്കണേനെക്കാളും നമുക്കൊന്ന് ആദ്യമേ ശ്രദ്ധിക്കാം. കാരണം ഈ ഇരിപ്പില് എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ, മണിക്കൂറായിട്ട് ഞാൻ ഒറ്റ ഇരിപ്പിൽ ജപിക്കായിരുന്നു പറയും. പക്ഷെ ഇരിക്കുന്നതിൽ എന്താ സംഭവിക്കുക, നമ്മളുടെ മൂവ്മെന്റ് കുറയുന്ന അനുസരിച്ച് നമ്മളുടെ മസിൽസ് വീക്കാവും, ബ്ലഡ് സർക്കുലേഷൻ കുറയും, വെള്ളം കുറയും, ഹൈഡ്രേഷൻ കുറയും, ജോയിന്റ്സ് ഒക്കെ എന്താവും, സന്ധികളൊക്കെ സ്റ്റിഫാകും. അപ്പൊ അസുഖങ്ങൾ, ഇത് ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് വരിക. പക്ഷെ ഇതിങ്ങനെ കൂടി കൂടി വരുമ്പോ എന്താവും, വലിയ അസുഖത്തിലേക്ക് പോകും. അടുത്തത് എന്താണ്, നമ്മളുടെ പോസ്ചർ, നമ്മൾ ഇരിക്കുന്ന പോസ്ചർ. ഞാൻ നേരത്തെ പറഞ്ഞു, കുറെ നേരം ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മുന്നിലേക്ക് വളഞ്ഞിരിക്കുക. അതൊന്നും നമ്മൾ അറിയണില്ല. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇങ്ങനെ തലയെ മുന്നോട്ട് കൊണ്ടുപോയി ഇങ്ങനെ എന്താ പറയാ, ജിറാഫ് ഇങ്ങനെ കൊണ്ടുപോകണ പോലെ കഴുത്ത് ഇങ്ങനെ കൊണ്ടുപോകും. നമ്മൾ അറിയണില്ല, നടുവിന്റെ അവിടെ വളയും. ഇങ്ങനെ നമ്മളുടെ ശരീരം അതുമായിട്ട് അഡാപ്റ്റഡ് ആവും. പിന്നെ ഇപ്പത്തെ മെയിൻ സാധനം ദാ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെ ഇരിക്കുക. എനിക്ക് അങ്ങനെ ഇരിക്കാൻ അറിയില്ല, എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ വളഞ്ഞിരിക്കാൻ പറ്റില്ല ഫുൾ ടൈം. അത് അങ്ങനെ വളഞ്ഞ് മുന്നിലേക്ക്, എന്താ മൊബൈൽ ഫോണും കൊണ്ട് ഇരുന്ന് ഇങ്ങനെയാണ്. ഇത് നമ്മൾ കാണുന്ന വീട്ടിലെ മക്കള് തന്നെ അങ്ങനെയാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല അവർക്ക്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് ഇവിടുത്തെ മസിൽസ് എല്ലാം വീക്ക് ആവുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ കഴുത്ത് നേരെ വെക്കണം, പൊസിഷൻ നേരെ ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ കേൾക്കും. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, അത് കഴുത്തിന്റെ പൊസിഷനായി മാറും. നമ്മളൊരു ടെന്റ് എടുത്തു കഴിഞ്ഞാൽ, നമ്മളൊരു ടെന്റിനെ ഒരു പോള് വെച്ചൊരു ഒരു വലിയൊരു ഇങ്ങനെ നമ്മൾ താൽക്കാലിക ടെന്റ് ഉണ്ടല്ലോ, ഒരു വലിയ പോളില് കുത്തി ഇങ്ങനെ വെക്കും. ഈ പോളില് കുത്തി വെച്ച ടെന്റ് ഇങ്ങനെ വിരിഞ്ഞു കിടക്കുവോ? ഒരിക്കലും ഇല്ലല്ലോ. അവിടുന്ന് നല്ല റോപ്പ്, കയറൊക്കെ ഉണ്ടാവും. അതൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടി വെച്ച് കഴിയുമ്പോഴാണ് ആ ടെന്റ് എന്താവുക, കുത്തി വെച്ചാൽ പോലും നമുക്ക് ആ കോല് മാത്രം പോരാ, നല്ല കയറ് വേണം. അപ്പൊ നമ്മളുടെ സ്പൈൻ എന്ന് പറയുന്നത് ഒരു പോള് പോലെ നിന്നാൽ, നടുവിൽ ഒരു വലിയൊരു പോള് പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാലും മസിൽസ് ആണ് ഇതിനെ സ്ട്രോങ് ആക്കി പിടിക്കുന്ന റോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ മസിൽസിന് എന്ത് വേണം, സ്ട്രെങ്ത് വേണം. മസിൽ കറക്റ്റ് സ്ട്രെങ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്പൈനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും. അപ്പൊ ആ സ്ട്രെങ്ത് നമ്മൾ കൊടുക്കുന്നില്ല, മസിൽസിന് നമ്മൾ യാതൊരു വിധത്തിലുള്ള സ്ട്രെങ്ത്തും കൊടുക്കുന്നില്ല. നമ്മൾ നടക്കുന്നുണ്ടോ, ആരെങ്കിലും ഉണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 മിനിറ്റ് എങ്കിലും, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് ഒന്ന് നടന്നുണ്ടാവുക? നമ്മൾ നടക്കുന്നില്ല. നമുക്ക് നടത്തമൊക്കെ ഫുള്ള് കുറഞ്ഞു. ഇപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ രാവിലെ നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അല്ലാതെ നമ്മൾ ഒരു തരത്തിലും നടക്കില്ല. നമ്മൾ സ്റ്റെയർ എടുക്കില്ല, നമ്മൾ ലിഫ്റ്റിലേ കയറുള്ളൂ, അല്ലെങ്കിൽ എസ്കലേറ്ററിലേ കയറുള്ളൂ. നമ്മൾ ഒരു തരത്തും സ്റ്റെയർ എടുക്കില്ല, നമ്മൾ നടക്കില്ല. നടക്കുന്നൊക്കെ വലിയ പാടാണ്. നമ്മൾ തന്നെയല്ല, ഇന്നത്തെ കാലത്ത് കുട്ടികൾ പോലും, ചെറിയ പ്രായത്തിലുള്ള ആൾക്കാർ പോലും നടക്കില്ല. ഏറ്റവും ബോഡീനെ കുറച്ച് ആക്റ്റീവ് ആക്കിയിട്ട് നല്ല നട്ടലൊക്കെ കുഴപ്പമില്ലാതെ നമുക്ക് എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യം കുറച്ച് നടക്കുക. ഈ നടത്തം വ്യായാമമായിട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഓക്കെ ഗുഡ്. അപ്പം എന്ന് വെച്ചാൽ കോൺട്രവേഴ്സീസ് ഉണ്ട്, ഇങ്ങനെ നടത്തമല്ല വലിയൊരു ഓവറോൾ എക്സസൈസിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞു. ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ബോഡി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഒന്ന് ഇടിച്ച് നടക്കുക കുറച്ച് സമയം, നന്നായിട്ട് വേർക്കണം. വെറുതെ ഇങ്ങനെ ഭൂമിക്ക് പോലും നോവാത്ത രീതിയിൽ ഒരു ആക്റ്റീവ് അല്ലാതെ നടന്നിട്ട് കാര്യമില്ല. ഇനി വേറൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ സ്ട്രെസ്. ഈ സ്ട്രെസ് കാരണം പല ആൾക്കാരും നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എപ്പോഴും ഒരു ഇങ്ങനെ ഇപ്പൊ തോള പൊക്കിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ട് കുറെ പേർക്ക്. അതല്ലെങ്കിൽ ഇങ്ങനെ എല്ലാം പോയി എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട്. തോളിലാണ് ഇതൊക്കെ അറിയാം, നമ്മുടെ സ്ട്രെസ്. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇരിപ്പാണ്, തോളൊക്കെ താന്ന ഒരു അവസ്ഥ. ഇല്ലെങ്കിൽ എപ്പോഴും ഒരു ആങ്സൈറ്റി പോലെ ഇങ്ങനെ ഒരു ഇരിപ്പാണ്. തോള് സ്ട്രെസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ മസിൽ ടെൻഷൻ കൂടിയിട്ട് നമ്മുടെ ബ്രീത്തിങ്ങിനെയും നമ്മുടെ പൊസിഷനെയും ഒക്കെ ബാധിക്കും അത്. വേറൊരു സാധനമാണ് നമ്മളുടെ ഉറക്കം. ഉറക്കം ഭയങ്കര മോശമാണ് പലർക്കും. ഇപ്പൊ 6 മണിക്കൂർ 8 മണിക്കൂർ ഇതൊന്നും ഇല്ല. 6 മണിക്കൂർ പോലും ഇപ്പൊ ആർക്കും കിട്ടുന്നില്ല. കിടന്നാലും ഉറക്കല്ല, ലേറ്റ് ആയിട്ടേ കിടക്കുള്ളൂ. IT ഫീൽഡ് പലരും എടുത്തു കഴിഞ്ഞാൽ, എനിക്ക് പേഷ്യൻസ് വരുന്നോണ്ട് ഞാൻ പറയാണ്, 12:30 1 മണിയാവും കിടക്കുമ്പോൾ. അപ്പത്തേക്ക് അടുത്ത 5 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത സെഷനിലേക്ക് കയറേണ്ടി വരും. അപ്പൊ ഞാൻ നോക്കുമ്പോൾ 4 മണിക്കൂർ പോലും ഉറങ്ങുന്നില്ല. പക്ഷെ ഉറക്കം വേണോ? വേണം. ആക്ച്വലി നല്ല മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് ഉറക്കം കുറഞ്ഞാലും പ്രശ്നങ്ങളില്ല. നല്ല സാധന, നല്ല ജപം ചെയ്ത് നല്ല ആക്റ്റീവ് ആയിട്ടിരിക്കുന്നവർക്ക് ആ ഒരു എനർജി ഭയങ്കര ഹൈ ആയിരിക്കും. അത് പഞ്ചഭൂത കോൺസെപ്റ്റിലുണ്ട്. അപ്പോ എന്താ പറയുക, അല്ലാത്ത ആൾക്കാർക്ക് പിന്നെ ഉറക്കം നിർബന്ധമാണ്. 8 മണിക്കൂർ ഉറങ്ങണം. അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള അത്ര ഉറങ്ങി എണീക്കണം എന്നാണ് ഞാൻ പറയുക. ഞാനിവിടെ എന്റെ മക്കളെയൊക്കെ ഉറങ്ങാനായിട്ട് എന്റർടൈൻ ചെയ്യും. പക്ഷെ അത് ഇത്തിരി ഓവറായി പോയി. എന്റെ മോന്റെയൊക്കെ കേസിൽ നല്ലോണം സൗണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? ഞാൻ ഇവിടെ ഒരു സിസ്റ്റം ഓണാക്കി വെച്ചതിൽ കുഴപ്പമില്ല, ഇനി എന്താ സംഭവം എന്നറിയില്ല. ഇല്ല, ഫൈനാണ്, കുഴപ്പമില്ല. ഓക്കെ. അതുപോലെ നമ്മൾ വെയിറ്റ് എടുക്കുന്ന കാര്യം, വെയിറ്റ് ഒക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുനിയരുത് എന്നൊന്നും ആരും പറയില്ല. കുനിഞ്ഞ് വെയിറ്റ് എടുക്കുന്നത്, വെയിറ്റ് എടുക്കുമ്പോൾ നമ്മളുടെ കോറിനെ എൻഗേജ് ചെയ്ത് വെച്ചിട്ട് വെയിറ്റ് എടുക്കുക. പക്ഷെ വെറുതെ ഇരിക്കുന്ന നല്ല ആരോഗ്യമുള്ള നമ്മളെ മസിൽസിനൊക്കെ അത്യാവശ്യം ബലമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് എടുത്താലൊന്നും ഒന്നും സംഭവിക്കില്ല. പക്ഷെ നട്ടലിനൊന്നും ഈ പറഞ്ഞ മസിൽസിനൊന്നും വലിയ ആരോഗ്യമൊന്നുമില്ല, ബലമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ എന്ത് പറ്റും? അപ്പൊ ഡിസ്ക് സ്ലിപ്പ് ആവും. ഇല്ലേ? ഡിസ്ക് സ്ലിപ്പായി, ഡിസ്ക് ബൾജായി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സാധാരണ ഇപ്പൊ നമ്മളൊക്കെ പണ്ടൊക്കെ എല്ലാവരും വെയിറ്റ് എടുത്തിട്ടല്ലേ എല്ലാ കാര്യം ചെയ്തിരുന്നത്. നമുക്കിപ്പോ എന്താ പറ്റുന്ന, വെയിറ്റ് എടുക്കുമ്പോ നമ്മൾ കോൺഷ്യസ് ആവേണ്ട സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ മസിൽസ് വീക്കാണ്, നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏത് രീതിയിൽ വെയിറ്റ് എടുത്താലാണ് പ്രശ്നം അല്ലാണ്ട് എടുക്കാൻ പറ്റുക എന്നുള്ളത് നോക്കണം. വെയിറ്റിനെ ബാലൻസ് ചെയ്യണം, 2 കൈയിലേക്ക് ബാലൻസ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ബോഡിയുടെ പൊസിഷൻ നല്ല കറക്റ്റ് ആയിട്ട് അങ്ങനെ ആ വെയിറ്റ് എടുക്കുന്ന നോക്കുക. വേറൊരു വലിയ സംഭവമാണ് ബോഡി വെയിറ്റ്. നമുക്ക് സംഭവം ശരിയാണ്, നോർമലി പണ്ട് തൊട്ടേ ഒരേ പ്രകൃതിയിൽ കുറച്ച് വണ്ണമൊക്കെയുള്ള ആ പ്രകൃതിയുള്ളവർക്ക് ആ ബോഡി ബാലൻസ്ഡ് ആയിരിക്കും. അപ്പൊ അവർ ആ രീതിയിൽ പോവാം. അല്ലാണ്ട് മെലിഞ്ഞിരിക്കുന്നവര് പെട്ടെന്ന് വണ്ണം വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ്സിനെ ഒക്കെ അത് ബാധിക്കും, മസിൽസിനെ ബാധിക്കും. ചിലർക്ക് ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് വെയിറ്റ് വെക്കാം, ചിലർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വെയിറ്റ് വെക്കാം. അപ്പൊ അതിനൊക്കെ നമ്മൾ ടോണിങ് ചെയ്യുക. ഞാൻ ഒരിക്കലും വണ്ണം കുറയ്ക്കാന്നല്ല പറയാം, മസിൽസിനെ ടോൺ ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സ്ട്രെച്ച് ചെയ്ത് സ്ട്രെങ്ത് ചെയ്യുക മസിൽസിനെ. പിന്നെ ഒന്നാണ് നമ്മളുടെ ടുബാക്കോ, സ്മോക്കിംഗ്, പുകയില, ഈ സാധനമൊക്കെ ഒരുപാട് ചെല്ലുമ്പോൾ നമുക്ക് ബ്ലഡ് ഫ്ലോയിനെയൊക്കെ ബാധിച്ച് നമുക്ക് സ്പൈനിലേക്ക് അല്ലെങ്കിൽ മസിൽസിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഹെൽത്ത് ഒക്കെ വീക്ക് ആവും. ന്യൂട്രീഷൻ, നമുക്ക് കറക്റ്റ് ഫുഡാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ ബോൺസ്, മസിൽസ്, ലിഗമെന്റ്സ് ഇതിനൊക്കെ പ്രശ്നങ്ങൾ വരും. വെള്ളം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം വരിക, രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു സ്റ്റിഫ്നെസ് വരിക, കുറച്ച് കഴിയുമ്പോൾ കഴുത്തിനൊരു ടൈറ്റ്നെസ് വരിക, ഇനി കുറെ കഴിയുമ്പോൾ നടുവിന്റെ മിഡ് ബാക്കിൽ ഒരു വേദന പോലെ വരിക, ഒരു മരവിപ്പ് വരിക. ഇതൊക്കെ തുടക്കത്തിൽ കാണിക്കുന്ന സിംറ്റംസ് ആണ്. അപ്പൊ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയാലുണ്ടല്ലോ വലിയ ബുദ്ധിമുട്ടാവില്ല. പലരും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങോട്ട് എത്തിയിട്ട് ഒട്ടും വയ്യാണ്ടാവുമ്പോഴാണ്, ഈവൻ ട്രീറ്റ്മെന്റിന് തന്നെ വരുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങ് എത്തിക്കഴിയുമ്പോഴാണ് വരിക. നമുക്ക് എന്ത് പാടാന്നറിയോ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ആ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിനൊരു അഡ്വൈസ് എടുത്ത് കറക്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ, നോൺ വെജ് ഡയറ്റിൽ ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആക്ച്വലി അതല്ലാത്ത സപ്ലിമെന്റ്സ് കറക്റ്റ് കഴിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. നോൺ വെജ് കഴിക്കാൻ താല്പര്യം ഇല്ല, അത് ബോഡി റിജക്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഡയറ്റിനെ പറ്റി ലാസ്റ്റ് ദിവസം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫുഡിന്റെ കാര്യത്തിൽ. ഇമോഷണൽ ബേർഡൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. നമ്മുടെ ഇമോഷൻസ്, നമുക്ക് ഒരുപാട് ടെൻഷനും വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് നമുക്ക് കുറെ പ്രശ്നങ്ങൾ ശരീരത്തിൽ ഉണ്ടാവും. ആൻഡ് അഗെയിൻ ഞാൻ പറയാണ്, ലാക്ക് ഓഫ് പ്രിപ്പറേഷൻ. നമ്മൾ കുറെ 15 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേദന എടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബോഡിയെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുക. അപ്പൊ നമ്മളുടെ ഏജും അല്ല, നമ്മളുടെ MRI റിപ്പോർട്ട് കൊണ്ടുള്ള പ്രശ്നമല്ല, ഇതൊന്നും നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങിയത് കൊണ്ടുണ്ടായ വേദനയല്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ കുറേ കാലമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് നമ്മളുടെ നട്ടെല്ലിന്റെ പ്രശ്നം. സോ നമ്മൾ എന്താണ്, അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് നമ്മുടെ സ്പിരിച്വൽ ജേർണിന്റെ, അതായത് മൂലാധാര, സ്വാധിഷ്ഠാന, ലംബാർ റീജിയൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ സോൺ എ, ആ സോൺ എയിൽ എന്തുകൊണ്ട് നടുവേദന എടുക്കുന്നു,
എന്തുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു, എന്താണ് ആ ഭാഗം, ഇരിപ്പാണ് ഏറ്റവും റൂട്ടല്ലേ നമ്മുടെ, ആ ഭാഗത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഇങ്ങനെ ഇരുന്ന് സാധനയൊക്കെ ചെയ്യേണ്ടി വരുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ പോസ്റ്ററിനെ അസസ് ചെയ്യേണ്ടത്, അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, ചെറിയ ചെറിയ കറക്ഷൻസ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കറക്ഷൻസ് ഞാൻ ഇവിടെ പറയുള്ളൂ. കാരണം വലുതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓർമ്മയിൽ പെട്ടെന്ന് ചെയ്യാവുന്ന ചെറിയ ചെറിയ കറക്ഷൻസ് നോക്കുക. പിന്നെ ഡെയിലി ഹാബിറ്റ്സ്, ലാസ്റ്റ് ഞാൻ നമ്മുടെ ഹാബിറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയും. ഇപ്പൊ ഫസ്റ്റ് ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ ആണ്, നാളെ സെക്കൻഡ് ഡേ ആണ്. മൂന്നാമത്തെ ദിവസം നമ്മൾ കുറച്ചും കൂടെ മുകളിൽ മിഡ് ബാക്ക് എന്ന് പറയുന്ന ആ ലോവർ ബാക്കിന് തൊട്ട് മുകളിലേക്കുള്ള ഏരിയനെ പറ്റി, മണിപ്പൂരൊക്കെ ചക്രമൊക്കെ വരുന്ന ഏരിയനെ പറ്റിയാണ് ഇതൊക്കെ പറയുക. ബ്രീത്തിങ്ങും പോസ്റ്ററും ഒക്കെ എങ്ങനെ വരണം എന്നുള്ളത്. പിന്നെ നമ്മളുടെ അനാഹത ചക്ര റിലേറ്റ് ചെയ്ത് വരുന്ന നമ്മളുടെ ഈ ഒരു ഏരിയ അപ്പർ ബാക്കിലേക്ക് വരുന്ന ഭാഗങ്ങളുടെ കറക്ഷൻസ്, അസസ്മെന്റ് ഇത് പറയും. മുകളിലേക്ക് വരുമ്പോഴത്തേക്കും വിശുദ്ധി ചക്ര, കഴുത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ പോസ്റ്റർ എങ്ങനെയാണ് അതൊക്കെ അഫക്റ്റഡ് ആവുന്നത് എന്നുള്ളത്. പിന്നെ നമ്മളുടെ ഇന്നർ വിഷൻ ആണ്, നമുക്ക് ഈ ക്ഷീണം വരുന്നത്, കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകാനുള്ള കാരണങ്ങൾ, ഇതൊക്കെ ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബോഡിയെ എന്നത്. ദെൻ ഫൈനൽ ഡേ എന്ന് പറയുന്നത് ലാസ്റ്റ് 7 days വരുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണലി ഓവറോൾ നമ്മുടെ സ്പൈനിന്റെ അസസ്മെന്റ്, നമുക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനത്തെ സെൽഫ് അവയർനെസ് ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ബാക്കി മിസ്സിംഗ് പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അവിടെ ഈ പറയുന്ന എങ്ങനെയാണ് മെഡിറ്റേഷൻ ഇരിക്കേണ്ടത്, ഫുഡ് എന്തൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഡേയിലായിട്ട് പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മെഡിറ്റേഷന് വേണ്ടി ഇരിക്കുക, കോൺസ്റ്റന്റ്ലി ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചും മറക്കും ചെയ്യുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സാധനയ്ക്ക് ഇരിക്കുമ്പോൾ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ തിരിച്ചും മറിച്ചൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു പ്രോപ്പർ രീതിയിൽ ചെയ്യാൻ പറ്റില്ല, അത് നല്ല രീതിയിലേക്ക് അത് വരില്ല എന്നുള്ളത് വീണ്ടും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. പണ്ടത്തെ ഒരു കഥയുണ്ട്, എന്താ പറയുന്ന, ഒരു മനുഷ്യൻ അവനവന്റെ അവൻ ഒരു നിധി തേടി പുറത്തിറങ്ങി, കുറേ യാത്ര ചെയ്തു, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി, മരുഭൂമിയിലൊക്കെ പോയി. റെഡ് സോണിലുള്ളവർ എപ്പോഴാണ് മാമിനെ കോൺടാക്ട് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വോയിസ് മെസ്സേജ് വിപിനോ വിഷ്ണുവിനോ ഇടൂ, അതെനിക്ക് തിരിച്ചിട്ട് തരൂ, അതിനനുസരിച്ച് ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ നാളെ പകലാണ്, ഞാൻ അതൊന്ന് ആലോചിച്ചിട്ട് പറയാം. ഒന്ന് വോയിസ് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ, അപ്പൊ നമുക്ക് സംസാരിക്കാം. ഐ മീൻ ഞാൻ എന്താ ചെയ്യേണ്ടത്, വോയിസ് മെസ്സേജ് ഡീറ്റെയിൽ ആയിട്ട് ഇട്ടാൽ മതി. അപ്പൊ എന്താ പറയുക, ഇയാളിങ്ങനെ മലകൾ താണ്ടി അങ്ങനെയൊക്കെ പോയി, ഒരുപാട് സ്ഥലത്ത് പോയിട്ട് വീടിന്ന് കുറെ ദൂരെ പോയി, ഒരുപാട് ബുദ്ധിമാന്മാരോടും അങ്ങനത്തെ സ്പിരിച്വൽ ആൾക്കാരോടും ഒക്കെ വഴികൾ ചോദിച്ചു ഈ ട്രഷറിലേക്ക് എത്താൻ, പല പല രീതിയിലൊക്കെ. കുറെ കഴിഞ്ഞ് അയാൾ തളർന്ന് ആകെ മരവിച്ച് മനസ്സൊക്കെ മടുത്ത് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പൊ അയാൾ മനസ്സിലാക്കിയത് ആ ട്രഷർ എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് ശരിക്കും ഒരു സ്പിരിച്വൽ ഗ്രോത്തിനെ പറ്റിയാണ് പറയുന്നത്. നമ്മളുടെ സ്പിരിച്വൽ അറ്റൈൻമെന്റ് അല്ലെങ്കിൽ എൻലൈറ്റ്മെന്റ്, സിദ്ധ എന്ന് ഞാൻ പറയുമ്പോൾ എന്താ വെച്ചാൽ, സിദ്ധയുടെ വാക്കിന്റെ അർത്ഥം തന്നെ സിദ്ധി എന്ന് പറയുന്ന വാക്കാണ്. സിദ്ധ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. അതായത് ആ അറ്റൈൻമെന്റ് ഓഫ് സാൽവേഷൻ എന്നാണ് സിദ്ധ എന്ന് പറയുന്ന വാക്ക്. ശരീരത്തിലൂടെ സാൽവേഷനിലേക്ക് എത്തുക എന്നതാണ് സിദ്ധവൈദ്യം അല്ലെങ്കിൽ സിദ്ധന്മാര് ചെയ്തുകൊണ്ടിരുന്ന കാര്യം. അപ്പൊ ഈ എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ആ ട്രഷറിനെ തേടി നമ്മൾ വെളിയിൽ നടക്കുകയാണ്. അതെനിക്ക് ഈ അടുത്തൊരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഇവിടെ നിന്ന് പറയും, മൈൻഡ് ഒന്നും ഒരു സ്റ്റഡി ആവുന്നില്ല, ഞാൻ ഈ ആശ്രമത്തിൽ പോവാണ്, ഞാൻ ആ മലയിൽ പോവാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഒരു 2-3 ദിവസം ഇവിടെയൊക്കെ പോയി തിരിച്ചു വരും. വീണ്ടും ഞാൻ ഇതേ അവസ്ഥയ്ക്ക് തന്നെയാണ് വരിക, ഇതേ ആൾക്കാരുടെ കൂടെ ഇതേ ആറ്റിറ്റ്യൂഡില് വീണ്ടും നമ്മൾ ഇതേ അവസ്ഥയിൽ തന്നെ വരണ്ടേ. അപ്പം ഞാൻ ഇങ്ങനെ കുറെ യാത്ര ചെയ്തപ്പോൾ സെയിം ഈ കഥ എന്റെ കഥ പോലെയാണ്. ഞാൻ എവിടെ പോയാലും നമ്മള് പോയി തിരിച്ചു വരുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്കല്ലേ. അപ്പൊ നമ്മൾ എവിടെയാണോ അവിടെ എല്ലാം നമുക്ക് ആനന്ദം ഉണ്ടാവണ്ടേ. നമുക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു പരമമായ ആനന്ദം നമ്മൾ എപ്പോഴും അനുഭവിച്ചറിയണ്ടേ. ആ അനുഭവം നമുക്ക് എല്ലായിടത്തും ഉണ്ടാവണം. അല്ലാണ്ട് ഞാൻ ഇന്ന സ്ഥലത്ത് പോയി ഇരുന്നാൽ മാത്രമേ, ഞാൻ ഈ മലേന്റെ ചോട്ടിൽ പോയി ഇരുന്നാലേ എനിക്ക് ആ ആനന്ദം കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ മരത്തിന്റെ ചോട്ടിൽ പോയി ഇരുന്നാൽ നമുക്ക് ആ റിയലൈസേഷൻ ആണ് ശരിക്കും. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഞാൻ കടന്നുപോയ ഒരുപാട് വഴികളൊക്കെ എന്റെ മുന്നിൽ ഇങ്ങനെ കടന്നു വന്നു. എന്നിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഉള്ളിലുള്ള ഒരു തോട്ടാണ്, ശരിക്കും ഞാൻ എന്തിനാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വേറൊരു അവസ്ഥയാണ്. അതായത് അങ്ങനെയല്ല, അത് വേറൊരു ലെവലാണ്. പക്ഷെ ആദ്യമേ നമുക്ക് നമ്മളുടെ ആനന്ദം നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റണം. ആ പരമമായ ആനന്ദം നമ്മൾ ഇവിടെ അറിയാണ്ട് നമ്മള് ലോകമെമ്പാടും തേടി നടന്നോണ്ട് കാര്യമില്ല. അത് അറിഞ്ഞു വേണം, നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ആനന്ദം ഉണ്ടാവണം. അപ്പൊ ചില സ്ഥലത്ത് കുറച്ചും കൂടെ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോണ പോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോവാ. അപ്പൊ കുറച്ചും കൂടി അതിനെ വേറൊരു ലെവലിൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് കിട്ടും. അത് വേറെ കാര്യങ്ങൾ ശരിയാണ്. പക്ഷെ നമ്മൾ എവിടെയാണോ അവിടെ നമ്മുടെ ട്രഷർ ഉണ്ട്,
നമ്മളുടെ ഉള്ളിലെ ആ ഒരു ആനന്ദം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഡിവിനിറ്റി നമ്മളുടെ ഉള്ളിലാണ്. അത് തേടി നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി നടന്നിട്ടൊന്നും സത്യത്തിൽ കാര്യമില്ല. എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത്. അല്ലെങ്കിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം. ഞാൻ അതിങ്ങനെ ഒരു യാത്രയിൽ ഇങ്ങനെ വെറുതെ എനിക്ക് എന്റെ ഇതിലേക്ക് ഇങ്ങനെ കയറി വന്നൊരു പെട്ടെന്നുണ്ടായ ഒരു തോട്ടാണ്. അത് ശരിക്കും വലിയൊരു തോട്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അത് കേട്ടിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ എനിക്കത് ശരിക്കും ഞാനത് അനുഭവിച്ചപ്പോഴാണ് ഞാൻ അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. നമ്മൾ ആദ്യം നമ്മുടെ ശരീരത്തിലും അതൊക്കെ അതിനെ ആദ്യം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. എന്നാലേ നമ്മൾ എവിടെ പോയാലും നമുക്കത് കിട്ടുള്ളൂ. നമ്മൾ എന്ത് ചെയ്താലും അത് കിട്ടുള്ളൂ. അപ്പൊ എവിടെ ചെന്നാലും നമുക്ക് ആ ആനന്ദം കിട്ടുന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മള് ഇതൊന്നും ശരിയാവാണ്ട് നമ്മള് കൈലാസം കയറിയാലും കാര്യമില്ല. അതാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ഉണ്ട്, അനുഭവം ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു പൂർണ്ണതയിൽ നമുക്കത് ലഭിക്കണമെങ്കിൽ നമ്മൾ ആ പ്രോപ്പർ ആയിരിക്കണം നമ്മുടെ ബോഡി. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത്. അത് ഭയങ്കരമായിട്ട് ഞാൻ അത് വെറും ട്രെയിനിൽ ഞാൻ ഇങ്ങനെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇതൊക്കെ വന്നത്. ഈ അടുത്തൊരു കുറച്ച് നാൾ മുമ്പാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പോണ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിവേ, അപ്പൊ എന്നിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ പോകണം. അപ്പോഴാണ് അനുഭവങ്ങൾ ഭയങ്കര വേറിട്ട അനുഭവങ്ങളാവുക. അതായത് നമ്മളൊരു മരത്തിനെ പറ്റി ആലോചിക്കുക. നമ്മളുടെ നട്ടിലെ ഒരു ട്രീ മരത്തിന്റെ ഒരു തടിയാണെന്ന് ചിന്തിക്കുക. ആ മരത്തിന്റെ തടി ക്രൂക്കഡായിട്ട് വളഞ്ഞിട്ട് ഒരു ബലമില്ല. അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഓരോ മരത്തിനും ഓരോ രീതി ഉണ്ടാവും. തടിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതിന് ഇത്ര ലെവലിൽ വരണം എന്നുള്ളത്. അതൊന്നും വരാണ്ട് എന്താ പറയുക, അതിന് കിട്ടേണ്ട ലെവലിലേക്കൊന്നും അത് വളരാതെ അത് വളഞ്ഞ് ഒരു ഫലമൊന്നും ഇല്ലാണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ആ ട്രീ നന്നായിട്ട് വളർന്നു വരികയില്ല, നല്ലപോലെ ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ഇല്ല. അത് ഒരു മുരടിച്ചൊരവസ്ഥയിൽ നിൽക്കും, വളഞ്ഞൊക്കെ നിൽക്കും, ഒരു ഭംഗി ഉണ്ടാവില്ല, ഒരു വല്ലാത്ത രീതിയിൽ നിൽക്കും. ആ സമയത്ത് അത് നല്ല അതിൻ്റെതായ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടും സ്ട്രോങ് ആയിട്ടും ഒക്കെയാണ് ഉള്ളതെങ്കിൽ, വൈബ്രന്റ് ആയിട്ട് അത് നന്നായിട്ട് വളരും. അത് ശരിക്കും പറഞ്ഞാൽ ആകാശത്തോളം വളർന്ന് അത് സൺലൈറ്റ് മുഴുവൻ എടുക്കും. ആ സൺലൈറ്റ് മുഴുവൻ സ്വീകരിക്കാൻ അതിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കും. അതേ അവസ്ഥയാണ് നമ്മളുടെ നട്ടലിനും എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒന്നിച്ച് കറക്ഷൻ ചെയ്ത് ഒന്നിച്ച് പോകണം എന്നുള്ളത്. കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ ഒരുപാട് ഈ നട്ടലിന്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്ത് ഞാൻ വിചാരിച്ചാണ് കുറേ പേർക്കൊക്കെ ട്രീറ്റ്മെന്റിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ കറക്ഷൻ ചെയ്ത് പോകാൻ പറ്റുമായിരുന്നു. അത് ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രെച്ചസും സ്ട്രെങ്തനിങ്ങും ഒന്നും ഇല്ലാണ്ട് ലൈഫിനെ അങ്ങ് കളഞ്ഞത് കൊണ്ടാണ്. നമ്മൾ ഇരുന്ന് ജപിക്കുന്നത് പോലെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ശരീരത്തിന് കൊടുക്കേണ്ട സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത്. അത് ഫുഡ് മാത്രം കൊണ്ടല്ല, നമ്മൾ ദിവസം ദൈനംദിന കാര്യങ്ങളിൽ നമ്മൾ ചലിക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നോക്കേണ്ട കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതിപ്പോ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പൊ അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ എല്ലാവരും കയറുക. നമുക്ക് ഒരുമിച്ച് ഈ ഒരു ജേർണി ഒരു 7 ദിവസം പോകാം. എസ്പെഷ്യലി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ചാറ്റ് ഇട്ടാൽ പോലും എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ആ ചാറ്റുകൾ നമുക്ക് സമയം ഉണ്ടാവില്ല, വളരെ ലിമിറ്റഡ് ടൈമിൽ തീർക്കേണ്ടതുകൊണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ക്ലാസ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ക്ലാസ്സുകൾ എടുത്തു തുടങ്ങുമ്പോൾ ആ ക്വസ്റ്റ്യൻസിന് എനിക്കത് ഒന്നുമില്ലെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എനിക്ക് ആ സെന്റൻസ് മീൻസ് ആ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് തന്നാൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. അതല്ലെങ്കിൽ അപ്പൊ തന്നെ വോയിസ് അയച്ചു തരാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇട്ട് തരാം നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ഡൗട്ടുകൾ. അപ്പൊ നമുക്ക് ഒരുപാട് സമയം ഇതിനകത്ത് കളയേണ്ടി വരില്ല. ആൻഡ് എല്ലാ ദിവസവും ഞാൻ സ്ലൈഡ്സ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നിപ്പോ ഷെയറിങ് ശരിയായിട്ടില്ല, നാളെ ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അപ്പൊ ഈ സ്ലൈഡ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അതിൽ കുറച്ച് ബേസിക് പോയിന്റ്സ് ഉണ്ടാവും. അതിനെക്കാളും സെൽഫ് അസസ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിന്റെ കറക്ഷൻസ് എന്താണെന്നുള്ളതിന്റെ PDF നോട്ട്സും കൂടെ തരും. അത് ക്ലാസ് കഴിയുമ്പോൾ തരും. ഡെയിലി ഉള്ളത് എല്ലാം ഞാൻ പറയണത് മുഴുവൻ നോട്ടായിട്ട് തരികയല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കേണ്ട പോയിന്റ്സ്. ഇനി അല്ലാതെ എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്യണമെങ്കിൽ ഒരു നോട്ട് വെച്ചിട്ട് നോട്ട് ചെയ്യുക. അല്ലാതെ അസസ്മെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടോ, ഇത് കറക്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ല വലിയ പ്രശ്നങ്ങളില്ലാത്തവർക്ക് പ്രിവെൻഷൻ ഇങ്ങനെയാണെന്നുള്ളത് ഞാൻ നോട്ടായിട്ട് PDF നോട്ട്സ് അയച്ചു തരും. ഇതാണ് നമ്മളുടെ എന്താ മാക്സിമം ഡൗട്ട്സ് ചോദിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഇങ്ങനെ നിങ്ങൾ ചാറ്റ് ചെയ്യൂ ടൈപ്പ് ചെയ്യൂ എന്ന് പറയുമ്പം ഇടുന്നതല്ലാതെ ഇടയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്റെ ശ്രദ്ധ പെട്ടെന്ന് ഈ ചാറ്റിലേക്ക് പോകും. അപ്പൊ നമ്മള് ഡൈവേർട്ട് ചെയ്തു പോകും. അപ്പൊ എനിക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം ഗുരുപൂർണിമ വരുന്ന സമയത്ത് അതിൻ്റെതായ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ 2 ദിവസം ബ്രേക്ക് എടുത്തിട്ട് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ആ 2 ദിവസം രാത്രിയിലൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഗ്രൂപ്പിൽ അപ്പൊ സംസാരിച്ചിട്ട് വേണമെങ്കിൽ ഒരു 2 days ബ്രേക്ക് എടുത്തിട്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് പോകാം. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇനി ഞാൻ ഈ സ്പൈൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്റെ പേജുകളുണ്ട്. ഞാൻ ഫേസ്ബുക്കിൽ വിഷ്ണു ഒന്നുകൂടെ സ്ലൈഡ് ഷെയർ ചെയ്യോ ലാസ്റ്റ് പേജിൽ എന്റെ അതായത് ഞാൻ അത് പറയാൻ കാരണം വെച്ചാൽ സ്പൈനിന്റെ ബേസ് ചെയ്തിട്ടുള്ള സ്പൈൻ ആൻഡ് ജോയിന്റ്സിന്റെ ബേസ് ചെയ്തിട്ടുള്ള അവയർനെസ് ക്ലാസ് ടിപ്സ് ആണ് ഞാൻ കൊടുക്കുന്നത്. യൂട്യൂബ് ചാനലില് 28 and 29 നമുക്ക് ക്ലാസ് ഒഴിവാക്കാം.
അപ്പൊ അതിൽ ഏറ്റവും ലാസ്റ്റിൽ ഇതിങ്ങനെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഡോക്ടർ അനുപമ KJ_സിദ്ധ. ഞാൻ മിക്കവാറും പല പല ടിപ്സുകൾ അതിൽ പറയാറുണ്ട്. 1 മിനിറ്റ് വരുന്ന വീഡിയോസ് ആണ്, കംപ്ലീറ്റ്ലി സ്പൈനിനെയും ജോയിന്റ്സിനെയും ബേസ് ചെയ്തിട്ടാണ്. അത് ഇൻസ്റ്റാഗ്രാം ആണ്. അടുത്തത് ഇനിയിപ്പോ ഡോക്ടർ അനുപമ KJ എന്ന് ഗൂഗിൾ ചെയ്താലും നിങ്ങൾക്ക് ഈ പേജിലേക്ക് വരാൻ പറ്റും കേട്ടോ. K കഴിഞ്ഞിട്ട് സ്പേസ് കഴിഞ്ഞിട്ടാണ് J, അത് ഫേസ്ബുക്കിന്റെ ലിങ്ക് ആണ്. പിന്നെ യൂട്യൂബ് ചാനൽ ഉണ്ട്, അതിൽ ഞാൻ ഈ എക്സസൈസുകൾ ഇതൊക്കെ ഞാൻ കൂടുതൽ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് മീൻസ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇടാറുണ്ട്. അത് കുറച്ച് വലിയ വീഡിയോസ് ഒക്കെ വരുന്ന രീതിയിലും ഇനിയിപ്പോ ഞാൻ കുറച്ച് സിദ്ധന്മാരെ പറ്റിയിട്ടുള്ള വീഡിയോസ് ഒക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. അതൊക്കെ ഡോക്ടർ അനുപമ KJ_സിദ്ധ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്. പിന്നെ വെബ്സൈറ്റ് ഉണ്ട് നമുക്ക്, അതിൽ ബാക്കി എന്റെ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആ വെബ്സൈറ്റിലുണ്ട്. www.daksha.com എന്നാണ്. അത് കായംകുളത്താണ് നമ്മുടെ ക്ലിനിക് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റെഡ് ഫ്ലാഗ്സ് ഉള്ളവർ എന്നെ ഇന്ന് കോൺടാക്ട് ചെയ്യേണ്ട. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഒന്ന് വിഷ്ണുവിനോ വിപിനോ അയച്ചു കൊടുക്കുക. ഓരോരുത്തർക്കും ഞാൻ അഡ്രസ് ചെയ്ത് പറഞ്ഞുതരാം. വീണ്ടും ഞാൻ പറയാം, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനോട് ഒരു പ്രശ്നവുമില്ല അങ്ങനെയുള്ളവർ. കാരണം ഞാൻ വലിയ കട്ടിയായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൽ പറയില്ല. ഈ ഒരു ഗ്രൂപ്പിൽ 50s, 60s, 70s ഒക്കെ ഉള്ളവരുണ്ടാകാം. അപ്പൊ എല്ലാരെയും വെച്ചുകൊണ്ടേ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും പറ്റണ രീതിയിലുള്ള സ്ട്രെച്ചസേ പറയുള്ളൂ. കറക്ഷൻസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങളെ പറ്റി അവെയർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഓരോ ഭാഗത്തെ പറ്റിയിട്ടും. അപ്പം വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് നാളെ ഇതേ സമയത്ത് 8 മണി തൊട്ട് 9:30 വരെ 1.5 മണിക്കൂറാണ് സെഷൻ ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ ജേർണി കംപ്ലീറ്റ് ആക്കാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, സജഷൻസ് ഉണ്ടെങ്കിൽ ആവാം. ഞാൻ ഏകദേശം കറക്റ്റ് 1.5 മണിക്കൂർ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. നെറ്റിന്റെ ഇഷ്യൂ ഞാൻ നാളെ സോൾവ് ചെയ്യാം. ഞാൻ താഴെ വൈഫൈന്റെ മീൻസ് ആ മോഡത്തിന്റെ അടുത്ത് തന്നെ പോയിരിക്കാം. അപ്പം എല്ലാവരും നോക്കുക, എല്ലാവരും അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ വളരെ നല്ലത്. ഇനി അതല്ല നമുക്ക് അതിന് പറ്റുന്നില്ല, ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റണില്ലെങ്കിൽ വീഡിയോസ് റെക്കോർഡിംഗ് തരും, അങ്ങനെ ചെയ്യാം. ആർക്കും ഒന്നും പറയാനില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണു നമുക്ക് വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? വൈൻഡപ്പ് ചെയ്യാം, ബാക്കി നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പൊ ശരി.